മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം മനുഷ്യനല്ല, ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തന്റെ ശരീരത്തിന്റെ മേൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിന്റെ ദുരാത്മാവിനോ എന്റെ മേൽ അവകാശം ഇല്ല. ജാതികളുടെ നടുവിൽ എന്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എന്റെ പ്രജയം അറിയും. എന്റെ തലമുറകളെ കാണുന്നവരൊക്കെ പറയും, ഇത് യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടി മെതിക്കുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു കാലത്തും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് ദൈവത്താൽ ഉള്ള സമയമാണ്. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. വലിയ പ്രവർത്തികളാൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഏത് മേഖലയ്ക്കകത്തായിരിക്കുന്നു അവിടെയൊക്കെയും കർത്താവ് ഇറങ്ങി വന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. നമുക്ക് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം, നന്ദിയോടെ ദൈവത്തെ വാഴ്ത്താം, പരിശുദ്ധാത്മാവിൽ നമുക്ക് ആശ്രയിക്കാം. ഇന്ന് കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുക തന്നെ ചെയ്യും. നിരാശപ്പെട്ടു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല, തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. വിശ്വസ്തനായ ദൈവം ഇന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഞാനൊരു കാര്യം നിങ്ങളൊന്ന് പറയുവാൻ ആഗ്രഹിക്കുവാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ എന്താ പറയുന്നത്, അന്യഭാഷ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നെ ശ്രദ്ധിക്കണം നിങ്ങൾ. അന്യഭാഷ നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ അകത്ത് നിന്നും ഒന്ന് എന്നെ നോക്കി, നമ്മുടെ അകത്ത് നിന്ന് അന്യഭാഷ പറയുമ്പം നിങ്ങൾ എല്ലാവരും നന്നായിട്ട് അന്യഭാഷ പറയുന്നുണ്ട്. നിങ്ങൾ പറയുമ്പം നിങ്ങളുടെ അകത്ത് നിന്നും, ഇപ്പോൾ നമ്മൾ സാധാരണ റീഖബാന ഷംദ ഹസാർ അകത്ത് നോർമലായിട്ട് പറയും അല്ലേ. എന്നാൽ നിങ്ങളുടെ അകത്ത് നിന്നും അന്യഭാഷ പുറത്തു വരണം. അകത്തു നിന്നാണ് ജീവജല നദി ഒഴുകുന്നത്. യേശു പറഞ്ഞ് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ അകത്തു നിന്നും ഒഴുകുവാണ്. അപ്പം അന്യഭാഷ പറയുമ്പോൾ ഇങ്ങനെ റസെറ്റ് ഭോറഷക്ക നമുക്ക് ഫീൽ ചെയ്യണം അകത്തുനിന്ന് എന്തോ ഇങ്ങനെ പുറത്തേക്ക് ഒഴുകുന്നതായിട്ട്. അങ്ങനെ അതുപോലെ വേണം നമ്മൾ അന്യഭാഷ പറയാം. നമ്മുടെ ജഡത്തിന്റെ ആഗ്രഹം ക്ഷീണത്തോടെ, എനിക്കറിയാം ക്ഷീണിച്ച് അവശരായിട്ട് അവലരിക്കെങ്കിലും അന്യഭാഷ പറയുമ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞാൻ ഇന്ന് ശ്രദ്ധിക്കുമായിരുന്നു, നമ്മൾ ശക്തിയോടെ അത് റിലീസ് ചെയ്യുമ്പോൾ പുതിയ ഭാഷകൾ എന്റെ നാവിന്മേൽ വരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. പുതിയ ഭാഷകൾ. അങ്ങനെയെങ്കിൽ പ്രിയരെ, ഇന്ന് അന്യഭാഷ പറയുമ്പോൾ നിങ്ങളുടെ അകത്തുനിന്നും അത് ഒഴുകുന്നതായിട്ട്, ആ ജീവജല നദി ഒഴുകുന്നത് പോലെ ശക്തമായി ഒന്ന് റിലീസ് ചെയ്യുന്നത് പോലെ നിങ്ങൾ അന്യഭാഷ പറയണം. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് വേഗത്തിൽ ഇന്ന് വചനം പറയാം. സിസ്റ്ററെ സിസ്റ്ററെ കുറേ പുഷ്പ എന്നുള്ള പേര് ഞാൻ കാണുന്നു. വേഗത്തിൽ ഏത് പുഷ്പയാണ് സിസ്റ്ററുടെ പേരിട്ടേക്കെന്ന് പറയാവോ? ഓക്കെ, ഒരു 3-4 പേര് കണ്ട് സിസ്റ്ററുടെ സെയിം പേരിൽ. കിട്ടി. ഞാനിപ്പോ പുഷ്പ സിസ്റ്ററെ കോ-ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൽ വലിയ കൃപകളാൽ ദൈവം നിറയ്ക്കട്ടെ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ഇന്ന് ചെയ്യുക തന്നെ ചെയ്യും. പറഞ്ഞു. 25-ാം തീയതി ഈസ്റ്റ് ഹാമിൽ നമ്മുടെ പ്രാർത്ഥന ഉണ്ട്. അന്യഭാഷ പറയുമ്പോൾ അതും കൂടെ നിങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കണം. കർത്താവ് അതിന്റെ മേൽ അത്ഭുതങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. 25th we have a prayer meeting. Include that subject in your tongues prayer. ആമേൻ. ഞാൻ ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ടൊരു വാക്യം നിങ്ങളുടെ മുമ്പാകെ എടുക്കാം. അതിനായിട്ട് നമുക്ക് ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യമാണ് അവിടെ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. Galatians 6:6. ഇവിടെ വചനം പറയുന്നത്, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യ ജീവനെ കൊയ്യും എന്ന് പറയുന്നു. Galatians 6:8. One who sows to the flesh will reap in the flesh. One who sows to the spirit will reap in the spirit. ആമേൻ. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ കൊയ്യും എന്നാണ് നമ്മളിപ്പോ കേട്ടത്. നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഒരു വിശ്വാസ ജീവിതത്തിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, രക്ഷയുടെ അനുഭവത്തിലേക്ക് ഒരു വ്യക്തി വന്നാൽ, നിങ്ങളുടെ ഒന്നാമത്തെ ഡ്യൂട്ടി, നമ്മുടെ ഉള്ളത്തിൽ 2 ജനനമുണ്ട്. ഒന്ന് ജഡത്തിലുള്ള ജനനം, 2 ആത്മാവിന്റെ ജനനം. 2 ജനനമുണ്ട്. After having been born again, after having been saved, you have 2 types of life.
അപ്പൊ One is in the flesh, one is in the spirit. അപ്പൊ രക്ഷിക്കപ്പെട്ട വ്യക്തി ജഡത്തിലും വിതയ്ക്കുന്നുണ്ട്, ആത്മാവിലും വിതയ്ക്കുന്നുണ്ട്. A born again person sows in the flesh and also in the spirit. നോക്കിക്കേ, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും. One who sows in the spirit will reap life everlasting. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, യേശുക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ വിതയെ പറ്റി പഠിപ്പിച്ച സമയത്ത്, when Jesus taught about the seed and the sowing, അങ്ങനെ വിതയ്ക്കുന്ന ഉപമകളെ പറ്റി കർത്താവ് അവിടെ പറയുന്നുണ്ട്. he told examples of sowing. വഴിയരികിൽ വീണതുണ്ട്, മുള്ളിന്റെ ഇടയിൽ വീണതുണ്ട്, പാറമേൽ വീണതുണ്ട്, നിലത്ത് വീണതുണ്ട്. He told the parables of the seeds that was in the wayside, on the rock, and against the thistles. ഇതേപോലെ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് നമ്മൾ വചനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിൽ വിതയ്ക്കുന്നത് വചനമാണ്. Whatever we sow in the spirit is the word of God. നിങ്ങൾ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ആത്മാവിൽ വിതയ്ക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ കൊയ്യുവാൻ ഭാഗത്തിൽ വെളിപ്പെട്ടു വരും. When we sow in the spirit the word of God, you can reap it, the everlasting life. ഇന്നലെ നമ്മളൊരു സാക്ഷ്യം കേട്ടപ്പോൾ സഹോദരി പറഞ്ഞു, 10-12 വർഷമായിട്ട് മുട്ടിന്റെ ജോയിന്റിനോ ഫ്ലൂയിഡിനോ വലിയ പ്രശ്നമായിരുന്നു. Yesterday that sister had a problem for many years in the knees. എന്നാൽ ആ സഹോദരി പറഞ്ഞു, കർത്താവ് എനിക്ക് പുതിയ അസ്ഥിയും പുതിയ ഞരമ്പുകളും പുതിയ ഫ്ലൂയിഡും തന്ന കൃപയ്ക്ക് നന്ദി എന്ന് പറഞ്ഞു. She thanked the Lord for giving me new knee, new joints, and new everything, fluid and stuff. ഓക്കെ, അപ്പൊ നോക്കുക, ആ സഹോദരി കുറച്ച് നാളുകളായിട്ട് അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. She's been telling this for some time now. ഇന്നലെ സാക്ഷ്യം പറഞ്ഞു, ഇന്നലെ ആ രോഗസൗഖ്യം സംഭവിച്ചു. Yesterday she witnessed that healing happened yesterday. അപ്പൊ എന്റെ ചോദ്യം, എന്തുകൊണ്ട് ആദ്യം പറഞ്ഞപ്പോ സംഭവിച്ചില്ല? Why it did not happen in the first place? ആർക്കെങ്കിലും പറയാൻ പറ്റും? ഞാൻ സഹോദരത്തുണ്ട്, ഞാൻ സഹോദരി എടുക്കുന്നില്ല, എല്ലാം ഒന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ആദ്യം പറഞ്ഞപ്പോൾ സൗഖ്യം സംഭവിച്ചില്ല? Why it did not happen? ആത്മാവിലല്ല പ്രാർത്ഥിച്ചത്, വിശ്വാസം. യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വചനം പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പൊ സഹോദരി പറഞ്ഞു, കർത്താവ് യേശുവിന്റെ അടിപ്പിണരാൽ എനിക്ക് പുതിയ അവയവം, പുതിയ ബോൺ, പുതിയ ഫ്ലൂയിഡ്, പുതിയ വെയിൻ, ഇതെല്ലാം വന്നിരിക്കുന്നു പറഞ്ഞു. എന്നാൽ എന്നാൽ ശ്രദ്ധിക്കുക, നിങ്ങൾ ചിലപ്പോൾ ആദ്യം പറയുമ്പോൾ അത് നിങ്ങളുടെ അകത്ത് നടക്കുന്നില്ല എങ്കിൽ, if you say that scripture, if you say that thanksgiving the first time and it don't happen, then ലൂക്കോസ് സിസ്റ്റർ, ഞാൻ ആ വാക്യം അയച്ചിട്ടില്ല, പക്ഷെ ലൂക്കോസിന്റെ 8-ൽ പറയുന്നു, യേശു പറഞ്ഞു, നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ട വചനം 100 മേനി കൊയ്യും. Luke says the good seed happening in the good soil will produce much. എന്നാൽ എല്ലാവരുടെയും ഹൃദയം നല്ല ഹൃദയമല്ല. All hearts are not good. ഈ നല്ല ഹൃദയം എന്ന് ഉദ്ദേശിക്കാൻ പറയാൻ കാരണം, പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വേദനകൾ, ഭാരങ്ങൾ, അവിശ്വാസങ്ങൾ, സംശയങ്ങൾ, ഇതൊക്കെ പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. Many hearts have pains or unbelief or faithlessness or doubt. All these things might happen. എന്നാൽ ആ സഹോദരി ആത്മാവിൽ വിതയ്ക്കുകയായിരുന്നു, കർത്താവ് എനിക്ക് പുതിയ അവയവം തന്നതിന് നന്ദി. But the sister yesterday was depositing this in the spirit. അപ്പം Thank you God. ആദ്യം അത് സംഭവിക്കാത്തതിന്റെ കാരണം അവിശ്വാസമല്ല, കുറവല്ല, ബലഹീനതയല്ല, പകരം ആ വീണ വിത്ത് മുളച്ചു വരുവാൻ ഒരു സമയമെടുത്തു. First it was not happening because it was not because unbelief or doubt, but it take time to germinate the seed that was sown. നിങ്ങൾ നോക്കിയ, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ കൊയ്യും. Whoever sows in the flesh will reap in the flesh. Whoever sow in the spirit will have everlasting life reaped. അപ്പൊ എന്റെ പ്രിയരെ, നമ്മൾ വചനം പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നിങ്ങളുടെ അകത്ത് ഈ വിത്ത് മുളച്ചു വരുന്ന ഒരു സമയമുണ്ട്. When you speak the word of God, there is a time when you can reap in the word. ഒന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ദൈവത്തിന്റെ ഹിതത്തെ അന്വേഷിക്കുന്നവരാകണം. You should be the ones to seek the Lord's will. നോക്കിക്കേ, ജഡത്തിന്റെ വിത ആത്മാവിന്റെ വിതയാണ് നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത്. We are going to hear from the Lord about the flesh, sowing in the flesh and sowing in the spirit.
നിങ്ങൾ നോക്കിയാൽ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച കേട്ട വാക്യത്തിന്റെ അകത്തൊരു വചനം എടുക്കുവാണ്. 2 ശമൂവേലിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ 2 ശമൂവേൽ 5:17 2 Samuel 5:17 says, അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ ദാവീദ് രാജാവായി അഭിഷേകം ചെയ്തു എന്ന് ഫെലിസ്ത്യൻ കേട്ടപ്പോൾ ഫെലിസ്ത്യരൊക്കെയും ദാവീദിനെ പിടിക്കുവാൻ വന്നു. when Philistines heard that David was anointed king over Israel, they came to seek David. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച അത് പറഞ്ഞായിരുന്നു. പിശാചിനറിയാം നിങ്ങളുടെ അകത്തിരിക്കുന്ന അഭിഷേകത്തിന്റെ വലിപ്പം. I told you in the Sunday service, the devil knows what is inside of you, the deposit inside of you. പലപ്പോഴും നമുക്കറിയത്തില്ല നമ്മുടെ അകത്തിരിക്കുന്ന ആത്മശക്തിയുടെ വലിപ്പം. Many times we do not know our spiritual strength. നമ്മൾ ആത്മാവിൽ വിതയ്ക്കാത്തോടത്തോളം കാലം Until we sow in the spirit, ആത്മാവിൽ ഇത് കൊയ്യുവാൻ കഴിയത്തില്ല. we can't reap also in the spirit. ഇവിടെ ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്തു എന്ന് ഫെലിസ്ത്യൻ കേട്ടപ്പോൾ മനസ്സിലായി ഇത് ചെറിയ കാര്യമല്ല. When the Philistines heard that David was anointed, they understood that it's not a small thing. എങ്ങനെയെങ്കിലും ദാവീദിനെ തീർക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. Their aim was to finish David somehow. എന്നാൽ ദാവീദിന്റെ പ്രത്യേകത കണ്ടോ? അപ്പോൾ ദാവീദ് യഹോവയോട് ഫെലിസ്ത്യരുടെ നേരെ പുറപ്പെടണമോ എന്ന് കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച അത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദാവീദ് ചോദിക്കുവാണ്, Yeah. Look at David. Should I go to the Philistines? Will you give it to me in my hand? കണ്ടോ, അവിടെ ദാവീദിന് വേണമെങ്കിൽ ജഡത്തിൽ യുദ്ധം ചെയ്യാം. David can fight in the flesh. ദാവീദിന് രാജാവാണ്, രാജാവിന്റെ അഭിഷേകമുണ്ട്, രാജാവിന്റെ എല്ലാ സാമഗ്രികളും ഉണ്ട്, കൂടെ നിൽക്കാൻ പടയാളി എല്ലാം ഉണ്ട്. പക്ഷേ ദാവീദ് പറയാ, കർത്താവേ അങ്ങ് എന്റെ കൂടെ വേണം. David could war with all the facilities that he has as a king. ഒന്നുകൂടെ But he is asking the Lord. ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവത്തിന്റെ ഹിതമാണോ ഇത്? David is asking God, is it your will? കണ്ടോ, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ ഹിതങ്ങളെ നിങ്ങൾ അന്വേഷിക്കണം. You should seek the will of God. ദൈവത്തിന്റെ ഹിതം എന്താണോ അത് കണ്ടെത്തണം. You have to find the will of God. ദൈവത്തിന്റെ ഹിതം കണ്ടെത്തി അത് നിങ്ങൾ വിതയ്ക്കണം. You have to find the will of God and you should sow that. ഇതാണ് നമ്മൾ ആത്മാവിൽ വിതയ്ക്കുന്നത്. That is what you sow in the spirit. എന്നെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതികൾ നമ്മൾ ബൈബിളിൽ വായിച്ചാൽ പോരാ, അത് വിതയ്ക്കണം. What is God's plan and for me? I have to sow that one. നിങ്ങൾ ആ വാക്ക് കണ്ടോണം, ആത്മാവിൽ വിതയ്ക്കുമ്പോഴേ ആത്മാവിൽ കൊയ്യത്തുള്ളൂ. When you sow in the spirit only, you can reap in the spirit. അപ്പൊ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ നിങ്ങളുടെ കൺമുമ്പിൽ ഒന്നും കാണുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം മുളയ്ക്കുന്ന സമയമാണിത്. If you don't see the results even after sowing, then it is the time of germinating. നിങ്ങൾ നോക്കിക്കുക, നമ്മൾ ലൂക്കോസിന്റെ 8 നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ യേശു പറഞ്ഞു, നല്ല നിലത്ത് വീണതെല്ലാം 100 മേനി കൊയ്യും. Jesus said in Luke, good seed that was sowed in the. അപ്പൊ എന്റെ ചോദ്യം നിങ്ങളുടെ ഹൃദയം നല്ല ഹൃദയമാണോ? ഒന്ന് പറഞ്ഞേ, നിങ്ങളുടെ ഹൃദയം നല്ല ഹൃദയമാണോ? Is your heart a good heart? Is it a good soil? നല്ല ഹൃദയമാണോ നിങ്ങളുടെ ഹൃദയം? Is your heart a good soil? ആർക്കും ഉത്തരവില്ലേ? അല്ല. ഓക്കെ, ഞാൻ പറയാം. നല്ല ഹൃദയം എന്ന് പറഞ്ഞാൽ, 1 സംശയിക്കാത്ത ഹൃദയം, 2 പരീക്ഷകൾ വരുമ്പോൾ പിൻവാങ്ങി പോകാത്ത ഹൃദയം. Good heart is one which doesn't doubt. Secondly, it will not go backsliding. നോക്കിക്കുക, 3-ാമത് പറയുന്നു, ലൂക്കോസ് 8:14 പറയുന്നു, ചിന്തകളാലും ധനത്താലും ഞെരുക്കാത്ത ഹൃദയം, ഒരു ആകുലതയും ഇല്ലാത്ത ഹൃദയം. A heart which doesn't get troubled because of the trials of the world. ബ്രദർ, എനിക്ക് ഒരു ഭയവും ഇല്ല, ഒരു ഭാരവും ഇല്ല, ഒരു ടെൻഷനും ഇല്ല, ഒരു സംശയവും ഇല്ല, അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിന്റെ അകത്ത്? Is there anyone who is not having any burden, any fear, any doubt? കാര്യം നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിൽ ഇതെല്ലാം വരും. അപ്പൊ നല്ല ഹൃദയമാണോ നമ്മുടെ ഹൃദയം? All of us have all these problems. Is our heart good?
അല്ല. അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കണം. നമ്മളൊരു വചനം പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് നല്ല ഹൃദയത്തെ അറിയാൻ പറ്റും. ട്രാൻസ്ലേറ്റ് ചെയ്ത് കുഴപ്പമില്ല, ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. നല്ല ഹൃദയത്തെ നാം തിരിച്ചറിയുവാൻ കഴിയുന്നത്, ഓർത്തോണം, ചിന്തകളും ഭാരങ്ങളും ഇതൊന്നുമില്ലാത്ത നമ്മുടെ ഹൃദയത്തിൽ എല്ലാവരും ചിന്തകളുണ്ട്, ഭാരമുണ്ട്, സംശയമുണ്ട്, പേടിയുണ്ട്. അപ്പൊ ഒരു കാര്യം ഓർത്തോണേ, വചനത്തിന് ഇവിടെ മുതൽ ട്രാൻസ്ലേറ്റ് ചെയ്തു, വചനത്തിന് മുളയ്ക്കാൻ പറ്റുന്ന അന്തരീക്ഷമല്ല നമ്മുടെ ഹൃദയം. Our heart is not giving a situation for the seed to go, seed to grow. അപ്പൊ നിങ്ങളുടെ ഡ്യൂട്ടി എന്തോ? വിതച്ചോണ്ടേ ഇരിക്കുക. So your duty is to keep sowing. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ മൈൻഡ് ചെയ്യണ്ട. Don't mind your thoughts. നിങ്ങൾ വിതച്ചോണ്ടേ ഇരിക്കണം. You keep sowing. എന്റെ ദൈവത്തിന്റെ പദ്ധതികളെ നിങ്ങളുടെ ദൈവത്തിന്റെ പദ്ധതികളെ പറ്റി നിങ്ങളുടെ ആത്മാവിൽ വിതച്ചുകൊണ്ടേ ഇരിക്കണം. You should keep sowing in the spirit regarding God's will. അത് നിങ്ങളുടെ ജീവിതത്തിൽ വിതച്ചത് കൊയ്യുന്ന രീതിയിലേക്ക് മാറി വരും. That will make you reap what you sowed. നിങ്ങൾക്കറിയാം, നമ്മളിപ്പം വിതയ്ക്കുന്ന കാര്യം പറയുമ്പോൾ പൊതുവെ നമ്മൾ സ്വോത്രകാഴ്ചകളെ പറ്റി പറയുന്നുണ്ട് അല്ലെ? വിതയ്ക്കുന്ന ഈ വാക്ക് കൂടുതലും സ്വോത്രകാഴ്ച അല്ലെങ്കിൽ ഓഫറിങ്ങിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. Many times we speak about the sowing means offering that we give. പല ആൾക്കാരും പറയുന്നുണ്ട് ഈ ഓഫറിംഗ് എന്ന് പറഞ്ഞാൽ അത് പിരിവാന്നും ഇതിങ്ങനെ എന്താ പറഞ്ഞു ഒത്തിരി കാര്യം ഇങ്ങനെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. Many people misunderstand about offerings. ഇത് ചിലർ പറയാറുണ്ട് ഇത് 10 വെച്ചാൽ 100 കിട്ടും എന്ന് പറയുന്ന രീതിയിലുള്ള ഗാംബ്ലിങ്ങുകളാന്ന് പറയാറുണ്ട്. Many people say it is a gambling. You would pay 10 and reap 100. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ ഈ സ്വതകാഴ്ചയോടെ ബന്ധപ്പെടുത്തി ഞാൻ പറയാം. നിങ്ങളിപ്പം ഉദാഹരണമായിട്ട് ഒരു 10 രൂപ യേശുവിന്റെ നാമത്തിൽ വിതയ്ക്കുവാന്ന് വിചാരിച്ചു. Suppose you sow 10 rupees in the name of the Lord. ഇപ്പൊ നിങ്ങൾ ആ 10 റുപ്പീസ് കൊണ്ട് പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്ത് ഒരു കസേര വാടകയ്ക്ക് എടുത്തു. And suppose the prayer hall rented a chair. ഞാനൊരു കാര്യം ചോദിച്ചു, 100 രൂപ കൈവശമുള്ള നിങ്ങളുടെ കയ്യിൽ നിന്നും 10 രൂപ നിങ്ങൾ ചെലവാക്കിയാൽ, എന്റെ ചോദ്യം, ഒരു കടയിൽ കൊണ്ടുവന്ന് ചെലവാക്കിയാൽ പിന്നെ നിങ്ങൾക്ക് ആ 10 രൂപ തിരിച്ചു കിട്ടുമോ ഇല്ലയോ? Suppose you have 100 rupees and you spent 10 in a shop, will you get it back or not? കിട്ടത്തില്ല. നമുക്ക് വലിയ നിരാശയല്ലേ? കാര്യം നമ്മൾ ഈ പൈസ ചെലവാക്കുമ്പോൾ നമുക്ക് സങ്കടം വരാൻ കാരണം, പ്രത്യേകിച്ച് ഈ സാലറി ഒക്കെ വരുമ്പം നമുക്ക് ചെലവാക്കാൻ ചിലർക്ക് മടിയാ. എന്റെ കാരണം എന്തുവാ? ഈ വരുമ്പോ ഉള്ള സന്തോഷം ചെലവാക്കുമ്പോൾ കിട്ടത്തില്ല. The joy when receiving a money is not there when you spend the money. കാര്യം നമുക്കറിയാം ഇത് പോയാൽ പിന്നെ തിരിച്ചു കിട്ടത്തില്ല. You know that when it leaves your hand, it doesn't come back. എന്നാൽ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ കർത്താവിന്റെ നാമത്തിൽ വിതയ്ക്കുന്നത് തിരിച്ചു കിട്ടുന്നത്? Why do we get back what you sow in the Lord? ഞാൻ ഈ ആത്മാവിൽ വിതയ്ക്കുന്നതായിട്ടൊന്ന് ബന്ധപ്പെടുത്തി പറഞ്ഞു, നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാ. I'm telling you to make you understand. നിങ്ങളുടെ 100 രൂപയിൽ നിന്ന് നിങ്ങൾ ഒരു 10 രൂപ മുടക്കി ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു കർത്താവിന്റെ നാമത്തിൽ വിതച്ചെന്നിരിക്കട്ടെ. Suppose you sow 10 rupees from 100 rupees that you have. നമ്മുടെ മാനുഷിക ലോകത്തിൽ അത് നഷ്ടപ്പെട്ടു പോയി, ആ പൈസ ഇനി തിരിച്ചു കിട്ടത്തില്ല. In the world, if you spend, you lost the 10. You will എന്നാൽ never get it back. ആ കസേരയിൽ, വാടകയ്ക്കെടുത്ത കസേരയിൽ യേശുക്രിസ്തുവിനെ അറിയാൻ വേണ്ടി ഒരു വ്യക്തി, തകർന്ന വ്യക്തി ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ രോഗി ആയിക്കോട്ടെ, അവിടെ വന്ന് ഇരിക്കുവാന്ന് വിചാരിച്ചു. Suppose an unsaved person is sitting in the chair that you sowed in the prayer hall. ആ വ്യക്തി ആ കസേരയിൽ വന്ന് ഇരിക്കുമ്പോൾ ആ കസേര കർത്താവിന്റെ നാമത്തിൽ ആരാണോ അതിനുവേണ്ടി വിതച്ചത് ആ വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കും. Suppose that unsaved person is sitting on the chair that you paid for, then you will be blessed by God. അപ്പൊ ദൈവത്തിന്റെ അക്കൗണ്ടിൽ നിന്നാണ് നമുക്ക് നന്മ വരുന്നത്. So God's account pays you back. കണ്ടോ, നമ്മളുടെ കടയിൽ പോയി 10 രൂപ ചെലവാക്കിയാൽ ഒരിക്കലും ആ 10 രൂപ മടങ്ങി വരത്തില്ല. If you spend that 10 in a shop, it never come back. അതുകൊണ്ടാണ് പിശാചുക്കൾ പലപ്പോഴും പറയുന്നത് ഇതെല്ലാം തട്ടിപ്പാണ്, ഇതെല്ലാം പിരിവാണ്, ഇതെല്ലാം ബ്രദർമാര് കൊണ്ടുപോവാന്നാ പറയുന്നത്. That is why devil always make people speak that brothers take it home. പല ആൾക്കാരെ ഒത്തിരി പേര് ഒരു ജഡത്തിൽ പറയുന്നവരുണ്ട്, ശരിയാന്ന് പറയുന്നവരുണ്ട്. People speak in the flesh. Yeah, people. എന്നാൽ നാം വിതയ്ക്കുന്നത് ആത്മലോകത്തിലാണ്. But we are sowing in the spirit world. ആ വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ, അദ്ദേഹത്തെ ദൈവം സ്പർശിക്കുമ്പോൾ, ആ വന്ന് കസരിലിരിക്കുന്ന വ്യക്തി യേശു തൊടുമ്പോൾ ആ വ്യക്തിയെ അവിടെ ഇരുത്തുവാൻ ആരാണോ വിതച്ചത് ആ വ്യക്തിയുടെ മേൽ അത് അനുഗ്രഹമാക്കി കർത്താവ് മാറ്റും.
when you sow for the prayer hall and an unsaved person sit in that chair, your reward comes from the Lord. ഇതുപോലെ തന്നെ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ അകത്തോട്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ട വിശ്വാസി വിതയ്ക്കണം. So you should sow the word. നിങ്ങളുടെ ഹൃദയം നല്ല ഹൃദയമല്ല. Your heart is not a good heart. നല്ല ഹൃദയം എന്ന് പറഞ്ഞാൽ ക്ഷമയുള്ള, സംശയിക്കാത്ത, പെറുപെറുക്കാത്ത, പേടിയില്ലാത്ത, ടെൻഷൻ ഇല്ലാത്ത ഹൃദയമാണ് നല്ല ഹൃദയം. A good heart never murmurs, it never complains, it never fears. നമ്മൾ എത്രയോ പ്രാവശ്യം സംശയിച്ചിട്ടുണ്ടല്ലേ, എത്രയോ പ്രാവശ്യം പെറുപെറുത്ത കർത്താവേ നീ എന്തുകൊണ്ടാ പ്രവർത്തി, നമ്മൾ എത്രയോ പ്രാവശ്യം സംശയിച്ചിട്ടുണ്ട് നമ്മൾ. How many times we have doubted God, murmured to God. അപ്പൊ ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഈ നല്ല നിലമല്ല. So it is not a good soil in our heart. അപ്പൊ നിങ്ങൾ ഒന്ന് വിതച്ചിട്ട് മടുത്തു പോകരുത്, പിന്നെയും പിന്നെയും വിതച്ചുകൊണ്ടേയിരിക്കണം. Don't be satisfied even after one sowing. Keep എന്തിനാന്നറിയാവോ? വേരിറങ്ങുവാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ശക്തമായി വിതയ്ക്കണം. Until it is rooted, you keep sowing. വേരിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ നനച്ചുകൊണ്ടേയിരിക്കണം. If it is rooted, then keep it watered. നമ്മൾ കേട്ടതുപോലെ ദാവീദിന് വേണമെങ്കിൽ ജഡത്തിൽ അവിടെ യുദ്ധം ചെയ്യാം. David could war in the flesh. പക്ഷെ അവൻ അഭിഷേകം തന്ന ദൈവത്തോട് പറയാ, കർത്താവേ ഞാൻ ചെയ്യണോ വേണ്ടയോ, ദൈവഹിതം എന്താണ്? But he is asking the Lord, should I do it or not? What is അപ്പൊ നമ്മൾ എപ്പോഴും ദൈവത്തിന്റെ ഹിതത്തെ അന്വേഷിക്കണം. You should always seek the will of God. ഇപ്പൊ നിങ്ങളുടെ കുടുംബത്തിൽ മൊത്തം സമാധാനമില്ല, സ്വസ്ഥതയില്ല, ഞെരുക്കമാണ്, മുഴുവൻ പ്രശ്നമാണെന്നിരിക്കട്ടെ, ഉദാഹരണമാ ഒരാളുടെ വീട്ടിൽ. Suppose somebody's house has always a problem of peacelessness and famine and poverty and sickness and all the adversities. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കണം, എനിക്ക് ആത്മാവിൽ വിതയ്ക്കേണ്ട സമയമായി. So you should understand that I should be sowing in the spirit. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ബ്രദറെ, പോരാ, വിതയ്ക്കണം. I pray, but no, not enough. You should sow. എന്താണ് ദൈവത്തിന്റെ പദ്ധതി? എന്താണ് വിതയ്ക്കേണ്ടത്? What should be you sowing? ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. Me and my household will serve the Lord. ഇത് വിതച്ചോണ്ടേയിരിക്കണം. Keep sowing this. നിങ്ങൾ ഇതിനകത്ത് കൃഷിക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൃഷിക്കാരുടെ വല്ലപ്പോഴൊക്കെ നമ്മൾ പോകണം. You should go to the farmers at times. അവർ കൃഷി തുടങ്ങിയാൽ പിന്നെ അവരുടെ ശ്രദ്ധ മൊത്തം അതിന്റെ അകത്തായിരിക്കും. When they start farming, their all concentration will be in the farming. അവര് വളവിടാനും നനയ്ക്കാനും ഒക്കെ ചാടി നിൽക്കും. They will water, they will manure it. കാരണം അവരുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ഇത് മുളപ്പിക്കണം. The only aim is to make it grow. എന്റെ കൂടെ പറഞ്ഞാട്ടെ, എന്റെ ഉള്ളത്തിൽ ആ വചനം മുളയ്ക്കണമെന്ന് പറ. I should have that seed sown to grow inside of me. എനിക്കത് കൊയ്യണമെന്ന് പറ. Should have the harvest of what I sowed. ഇതാണ് നമ്മുടെ സാക്ഷ്യം എന്ന് പറയുന്നത്. കണ്ടോ? അപ്പൊ ഒരു കാര്യം ഉറപ്പിച്ചോണം, ഒരു തവണ പറഞ്ഞിട്ട് വചനത്തിന്റെ അത്ഭുതം കണ്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്റെ ഹൃദയത്തിന്റെ അകത്ത് അത് വേര് പിടിച്ചിട്ടില്ല. If you have sowed the seed and if it did not see the result, then നമ്മൾ ആത്മലോകത്തിലാണ് വിതയ്ക്കുന്നത്. We are sowing in the spirit world. നമ്മൾ ആത്മാവിലാണ് വിതയ്ക്കുന്നത്. You are sowing in the spirit. ഞാൻ അന്യഭാഷയെ പറ്റി ഇന്ന് ഒരു തുടക്കത്തിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. I told you about the tongues prayer in the beginning. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ അന്യഭാഷ പറയുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തുനിന്ന് അന്യഭാഷ വരണം. Your tongue should come from inside, from deep inside of you. നമ്മുടെ അകത്തുനിന്ന് ഒരു നദി ഒഴുകുകയാണ്. A river is flowing from inside of you. നിങ്ങളിപ്പോ ഒരു വചനം പറയുകയാണ്, ഉദാഹരണം പറഞ്ഞു, ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. Suppose you're saying me and my household will serve the Lord. അപ്പൊ നിങ്ങൾ അന്യഭാഷ പറയുകയാണ്, റാസമന ഹലബഹസന എന്ന് ഉറക്കം തൂങ്ങി അന്യഭാഷ പറയുകയെന്ന് വിചാരിച്ചു. If you are speaking in tongues idly with tired. നമ്മുടെ ലക്ഷ്യം എന്നാന്ന് വെച്ചാൽ ഇത് മുള പൊട്ടി 100 മേനി കൊയ്തെടുക്കണം. Your purpose is to have that rooted and gemmed 100-fold. അപ്പൊ വചനം പറയുന്ന വ്യക്തി ഓർത്തോണം, ഇത് ഞാൻ മുളപ്പിക്കുകയാണ്. I am growing that seed out. എന്റെ അകത്ത് സംശയം, ഭാരം, ചിന്തകൾ എന്നിങ്ങനെയുള്ള ചില പാറകൾ അകത്തുണ്ട്. There are some rocks
like doubt, fear, etc. inside of your ഈ heart. പാറയെ തുളച്ചാണ് ഞാൻ അകത്തോട്ട് കയറ്റുന്നത്. I should be breaking that rock to root the seed. ഇപ്പൊ നിങ്ങൾ പറയാം, നിങ്ങളുടെ മാനസാന്തരപ്പെടാത്ത ഭർത്താവും കുഞ്ഞുങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലുണ്ട്, നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ട് നടക്കുന്നില്ല. Suppose you have an unbelieving family, whatever you pray, it doesn't happen. ഞാൻ പറഞ്ഞത് ആഴത്തിൽ വിതയ്ക്കണം. ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. ആ ശക്തമായി ഒരു പാറയിലോട്ട് ആണി അടിച്ചു കയറ്റുന്നത് പോലെ, ഒരു കമ്പി അടിച്ചു കെട്ടുന്നത് പോലെ ശക്തമായി നിങ്ങൾ വചനം പറയണം. You will keep confessing that me and my household will serve the Lord like a nail onto the rock. നിങ്ങളുടെ ആത്മാവിലേക്ക് അത് വിതയ്ക്കുകയാണ് നിങ്ങള്. You are sowing into your spirit. നമുക്കറിയാം, ഞാറ് നടന്ന് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഞാറ് നടന്ന് കണ്ടിട്ടുണ്ടോ നിങ്ങള്? വേണ്ട, ഒരു ചെടി വേണ്ട, ഒരു ചെടി നടന്ന് കണ്ടിട്ടുണ്ടോ? നമ്മൾ എങ്ങനെയാ ഒരു ചെടി നടുന്നത്? ചുമ്മാ കൊണ്ടുവന്ന് മണ്ണിലിടുവാണോ? How do you plant a plant? ഇല്ല, നമ്മൾ ആദ്യം ഒരു കുഴി, നമ്മൾ ആഴത്തിൽ ഒരു കുഴി കുഴിക്കും. First you take a deep ആ കുഴിക്കകത്തോട്ടാണ് ഈ ചെടി ഇറക്കി വെക്കുന്നത്. and you put that deep soil, you put that plant. ഇതുപോലെ നമ്മുടെ ഹൃദയത്തിലോട്ട് നമ്മൾ വചനം ഇങ്ങനെ ആഴത്തിൽ എറിയുകയാണ്. You have to sow the seed deep into your heart. ചിലപ്പോൾ നമ്മുടെ ഹൃദയം പാറ പോലെ, യേശു പറഞ്ഞതുപോലെ ചിലപ്പോൾ പാറ പോലെ ആയിരിക്കും നമ്മുടെ ഹൃദയം. Maybe your heart is like a rock. ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ മുള്ള് കണ്ടേക്കാം, സംശയ വിചാരങ്ങൾ. Maybe there are thorns and thistles. ചിലപ്പോൾ പിശാചിന് എടുത്തുകൊണ്ട് പോകാൻ എന്ന രീതിയിൽ ചില ഡോറുകൾ കണ്ടേക്കാം. There may be doors inside of your heart. So അപ്പൊ നിങ്ങൾ വചനത്തെ ആഴത്തുകൊണ്ട്, വചനം വെറുതെ പറയില്ല. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം പറയുമ്പോൾ ആ ശക്തി നിങ്ങളുടെ അകത്തുനിന്ന് ഉണ്ടാകണം. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം എനിക്ക് സകലതും ചെയ്യുവാൻ കഴിയും. Speak the word with force inside that you can. നിങ്ങളുടെ അകത്തുനിന്ന് ഫോഴ്സ് ഉണ്ടാകണം. There should be the force from inside. അതുപോലെ തന്നെയാണ് അന്യഭാഷ പറയുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യരുത്? അന്യഭാഷ പറയുമ്പോൾ നിങ്ങളുടെ അകത്തുനിന്ന് ഒരു നദി ഒഴുകുകയാണ്. When you speak in tongues likewise, a river is flowing out of ആ you. വാക്തത്വങ്ങളെ നനയ്ക്കുകയാണ്. The promise of gods are watered. അപ്പൊ രക്ഷിക്കപ്പെട്ട വിശ്വാസി എന്ത് ചെയ്യണം? മുളപ്പിക്കണം, നനയ്ക്കണം, വാക്തത്വം കൊയ്തെടുക്കണം. So a believer should be sowing the word, the promise, and you water, and you have to harvest it. അപ്പൊ നിങ്ങൾ ഓരോ വചനം പറയുമ്പോഴും ഇത് കർത്താവ് എനിക്ക് തന്നിരിക്കുന്നതാണ്. And all the time you should say that God has given it to me. നിങ്ങളിൽ ഉണ്ട്, നിങ്ങളുടെ ഡെസ്റ്റിനി അതാണ്. You have it inside of you. That is your destiny. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്റെ കൂടെ എല്ലാവരും പ്രാർത്ഥിക്കാൻ റെഡി ആയിക്കേ. സിസ്റ്റർ, ഗോഡ് ബ്ലസ് യു. ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ പരിശുദ്ധാത്മാ ഉപയോഗിച്ചല്ലോ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് എന്റെ കൂടെ ഇന്ന് എല്ലാവരും റോഷലകമസിയാന്തിരി. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്റെ ഉള്ളത്തില് ഒരു സാറ എന്ന് പറയുന്ന, സാറാമെന്നാണോ സാറയെന്ന് എനിക്കറിയത്തില്ല, ഒരു പേര് ഞാൻ കണ്ടു. ആ പേര് കണ്ടപ്പോൾ തന്നെ ഈ പോലീസ് യൂണിഫോം, ഈ പേരുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു പോലീസ് യൂണിഫോമും ഞാൻ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. പോലീസ് യൂണിഫോമും. അപ്പൊ ഈ പേരും ഈ പോലീസ് യൂണിഫോമും ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇന്ന് ആ കുടുംബത്തിന്റെ അകത്ത് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, ഈ സാറ എന്നുള്ള പേരും എൻ്റെ മനസ്സിൽ വന്നു. രണ്ട്, ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ കേട്ടതുപോലെ തന്നെ ഒരു പോലീസിന്റെ യൂണിഫോമും ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ആരാണോ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ കുടുംബത്തിന്റെ അകത്ത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി. ഇപ്പൊ പോലീസ് യൂണിഫോം ഉള്ളതാണോ അതോ നേരത്തെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു എനിക്കറിയത്തില്ല. പക്ഷെ സാറ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനമാണ് ഞാൻ കാണുന്നത്. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് സഹോദരങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ച് ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണ്ട, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുമായിട്ടാണോ ആലോചന ബന്ധമുള്ളതെന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ കുടുംബവുമായിട്ട് കണക്ഷൻ ഉള്ളത് ആരാണോ ഇന്ന് ആ കർത്താവ് ആ കുടുംബത്തിന്റെ അകത്ത് വലിയൊരു പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ് യേശു. നിങ്ങളൊന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത സഹോദരങ്ങൾ, അനാവശ്യമായിട്ട് സംസാരിക്കുന്നവരെല്ലാം ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത് ഒന്ന് ശ്രദ്ധിച്ച് ഈ ആലോചന കേൾക്കുവാൻ ഒരു താല്പര്യം ഇല്ലാത്തവരെല്ലാം ഒന്നില്ല. പറഞ്ഞു സിസ്റ്ററെ. എന്റെ സിസ്റ്ററാണ് സേറ. എന്റെ മകൻ പോലീസിലാണ്. സിസ്റ്ററാണ് സാറ.
സേറ. മകൻ പോലീസിലാണ്. എന്റെ മകൻ പോലീസിലാണ്. ഓ ലോർഡ് ജീസസ്. ഞാൻ ഈ എൽസിയാണ് ബ്രിസ്റ്റളിൽ നിന്ന്. ഓക്കെ സിസ്റ്ററെ. സിസ്റ്ററുടെ പേര് സൂം എന്നിട്ടേക്കാം ഞാൻ ചോദിച്ചത് കേട്ടോ. സൂം യൂസർ എന്ന് കണ്ടോണ്ടാ. എനിക്ക് തോന്നുന്നു. ഓക്കെ. ഇന്ന് ആ ഭവനത്തിന്റെ ആ സിസ്റ്റർ ഇപ്പൊ എവിടെയാ ഉള്ളത്? അമേരിക്കയില. അമേരിക്കയല്ല. എന്റെ കൂടെ അല്ല. അമേരിക്കയല്ല. അവിടെ ബർത്ത്ഡേ ആയിരുന്നു. ഓ ഇന്നും ബർത്ത്ഡേയും കൂടെ അല്ലേ? യേശുവിന്റെ നാമത്തിൽ. ഈ രണ്ട് വ്യക്തികളെയും, ഈ സാറായും പോലീസ് യൂണിഫോമിലുള്ളത് സിസ്റ്ററുടെ മോൻ അല്ലേ? എന്റെ മകൻ. കർത്താവെ, ഞങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമം ഈ രണ്ടുപേരെയും ബന്ധപ്പെടുത്തി, രണ്ടുപേരെയും കണക്ട് ചെയ്ത് കുറെ നാളുകളായിട്ട് തളം കെട്ടി നിൽക്കുന്ന ഒരു പ്രതിസന്ധി ഇന്ന് ഇവിടുന്ന് ആത്മലോകത്ത്, ശ്രദ്ധിച്ചോണെ, ആത്മലോകത്തിൽ ഒരു ഡെലിവറൻസ് നടക്കുക. ഇത് രണ്ടുപേരെയും കണക്ട് ചെയ്ത്, ചിലപ്പോൾ മാനുഷികമായിട്ട് കണക്ഷൻ ഇല്ലായിരിക്കാം, പക്ഷേ ഈവിൾ വേൾഡിലുള്ള ഒരു കണക്ഷനെ ഇന്ന് ബ്രേക്ക് ചെയ്യുന്നപ്പോ കർത്താവിന്റെ ഉള്ളത്തിൽ പറയുന്നു, ഈ രണ്ട് വ്യക്തികളെയും കർത്താവ് തൊടുന്നത് ഒരേപോലെ ആയിരിക്കും. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇന്ന് രണ്ടുപേരെയും ദൈവം ഒരേ സമയം സന്ദർശിക്കും. രണ്ടുപേരെയും കുടിക്കുക. രണ്ടുപേരുടെ അകത്തും ഉള്ളത് ഒരേ ഡെലിവറൻസ് ആണ്. ഞാനിത് റിലീസ് ചെയ്യുന്നു. ചാടി പിടിച്ചു യേശുവിന്റെ നാമത്തിൽ. ആമേൻ പറഞ്ഞതിനെ പിടിച്ചു. യേശു. എന്റെ സിന്ധു സിസ്റ്ററെ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണവേ. ഞാൻ ഇവിടെ സീരിയസ് ആയിട്ട് പറയുകയാണ്. ദൈവിക ആലോചനയും പരിശുദ്ധാത്മാവിന്ന് വല്ലതും കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവർ മാത്രം പ്രാർത്ഥനയ്ക്ക് നിൽക്കുക. അല്ലാത്തവരെല്ലാം ലെഫ്റ്റ് ചെയ്യുക. വളരെ സീരിയസ് ആയിട്ട് നിൽക്കുക. ഞാൻ എപ്പോഴും പറഞ്ഞത്, പിശാചിന് ഇടം കൊടുക്കരുതേ, ഡോറ് തുറന്ന് കൊടുക്കരുതേ. നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കുക. അനാവശ്യ സംസാരങ്ങളിലേക്ക് പോകരുതേ. നിങ്ങളെ ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ പിശാചിന്റെ ആഗ്രഹം അറക്കുക, മുടിക്കുക, മോഷ്ടിക്കുക. ഇത് അവൻ എപ്പോഴും നിങ്ങളെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങളുടെ അകത്തോട്ട് കയറാൻ വേണ്ടി. നിങ്ങൾ അവസരം കൊടുക്കരുത്. പറയുക വളരെ ശ്രദ്ധിച്ചിരിക്കുക. പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ സീരിയസ് ആയിട്ടിരിക്കുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഏറ്റെടുത്തു സിസ്റ്ററെ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. റസ്പെറ്ററാമ കാസറ്ററാമ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈ സുബി എന്ന് പറയുന്ന ഒരു പേര് എന്റെ മനസ്സിൽ കാണും. സുബി സിസ്റ്ററെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. സുബി എന്ന് പറഞ്ഞൊരു പേര്, സുബിയുമായിട്ട് ബന്ധപ്പെട്ടതാരാ? സുബി സഫന. സുബിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ? സുബി 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 എന്നാണ് ഞാൻ കേൾക്കുന്നത്. സുബി സുബി എന്റെ മകനാ. സുബി SUBIN. ആ സുബി സിസ്റ്ററുടെ മോനാ. അതെ അതെ, വലിയ പ്രശ്നത്തിൽ ഇന്ന് കർത്താവ് ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സുബീനെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുക, നവംബർ മാസം ഭയങ്കര ഒരു ട്രെയിനിങ് ഉണ്ടാവും കേട്ടോ. അവനെ യേശുവിനകത്തിൽ അവന്റെ മുറുക്കെ പിടിച്ച് പ്രാർത്ഥിച്ചോണം. നവംബർ മാസം ദൈവത്തിന്റെ വലിയൊരു സന്ദർശനം അവന്റെ മേലുണ്ടാകും. ദൈവം ഇങ്ങനെ വഴി തിരിച്ച് അവന്റെ ലൈഫിനെ ദൈവം വിടും. ഓ ഷബാൽ ഹസ്ബന. ലോത്തിനെ അബ്രഹാമിനെ വേർതിരിച്ചതുപോലെ തമ്പുരാൻ വാക്തത്വങ്ങളിലേക്ക് വേർതിരിക്കാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ സഹോദരിക്ക് വേണ്ടിയുള്ള ആലോചനയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. ഒമാറ സിറ്റല ഫറാഖ സന്തല ഫാറഖ മീസിയ ടൂബ. ഈ റൂഫ് അലാബ, ഈ ബെന്നി എന്ന് പറഞ്ഞൊരു പേര് ഞാൻ കേൾക്കുവാണ്. ഒമാൻ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ബെന്നി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കണക്ഷൻ ഞാൻ കാണുക. ബെന്നി എന്ന് പറഞ്ഞൊരു പേരും ഒമാൻ എന്ന് പറയുന്ന ഒരു സ്ഥലവുമായിട്ട് കണക്ഷനുള്ള ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കർത്താവ് ഒരു വാക്തത്വം തുറന്നു കാണിക്കുന്നത് ഞാൻ കാണുക. ആരാണോ ഈ ബെന്നി, ഒമാനുമായി ബന്ധമുള്ളത്, ഒമാൻ എന്ന് പറയുന്ന ഈ രാജ്യവുമായിട്ട് ബന്ധമുള്ളത്, യേശുവിന്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുക. ഓ യേശുവേ, പരിശുദ്ധാത്മാവിന്റെ പറഞ്ഞു സിസ്റ്ററെ. ബെന്നി എന്ന് പറഞ്ഞ സഹോദരൻ ഒരു ഫാർമസിസ്റ്റ് ഞങ്ങളോടൊപ്പം വർക്ക് ചെയ്തത് ഒമാനിലാ. പുള്ളി ഇപ്പൊ അവിടെ ഉണ്ടോ? അതോ വർഷം പുള്ളി അവിടെ നിന്ന് റിട്ടയർ ആയിട്ട് പോകുന്നു. ഇപ്പൊ നാട്ടിലുണ്ട്. ഇന്ന് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണേ. എന്റെ കർത്താവ് അടയാളം കാണിച്ചാണ്. ബെന്നി ഒമാൻ എന്നാ കാണിച്ചത്. ആ കുടുംബത്തിന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചോണം. കർത്താവ് നിങ്ങളുടെ ഉള്ളംകരത്തിൽ തരാൻ വേണ്ടി എന്തോ നിങ്ങളുടെ അകത്തുനിന്നും അവരിലേക്ക് കൈമാറാനുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഇപ്പൊ പറയാൻ അവരോട് ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കാം. ഞാനൊരു പ്രാർത്ഥനയിൽ ഇങ്ങനെ കേട്ടതാണ്, ഇതുപോലെ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എന്തോ വലിയൊരു വാതിൽ ദൈവം തുറക്കാൻ വേണ്ടി പോവാണ്, അനർത്ഥം ദൈവം ഒഴിച്ചുവിടാൻ വേണ്ടി പോവാന്ന് അവിടെ പറയണം കേട്ടോ. ഒരു വോയിസ് റെക്കോർഡാണല്ലോ അയക്കുക കേട്ടോ. ഒരു പ്രാർത്ഥനയിൽ ഞങ്ങൾ കേട്ടതാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ മെസ്സേജ് അയക്കുന്നത്. അങ്ങനെ പറഞ്ഞു കേട്ടോ.
ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ഷബാലക്കാസിയ. ഒരു അനർത്ഥത്തിന്റെ അകത്തും ദൈവം അവരെ വിടിവിക്കാൻ വേണ്ടി പോവാം. നിഹോഫറ. നീ ചോദിക്കണം, അവർക്ക് ഇതും അയച്ചു കൊടുക്കണം, ഈ പ്രാർത്ഥനയും അയച്ചു കൊടുക്കണം കേട്ടോ. സെഫൂർ റമൽഖേന. എല്ലാരും പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ. ഓ ജീസസ്. റീഫ സുഫാന ലൈസ്പിറ്റ് ഹഫോറ നഹൂഫ ലഹസേൻ തെരീക മസൈത ഹസീന. ഓ ഷബഹന. ഷെഖേന എന്ന് പറഞ്ഞൊരു പേര് എന്റെ മനസ്സിലേക്ക് വരും. ഷെഖേന. ആ പേരുമായിട്ട് കണക്ഷൻ ഉള്ളതാരാ? ഷെഖേനയുമായിട്ട് കണക്ഷൻ ഉള്ളതാരാ? ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ ഇപ്പോൾ തന്നെ ഇന്ന് പ്രാർത്ഥിക്കുന്നു, ഈ ഷെഖേന എന്ന് പറയുന്ന പേരുമായിട്ട് കണക്ഷൻ ഉള്ളത് ആരാണോ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ വലിയൊരു കരം ഇന്ന് പൊതിയുന്നൊരു കാഴ്ച ഞാൻ കാണുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആരാണോ അതുമായിട്ട് ബന്ധപ്പെട്ടത് ഇപ്പോൾ തന്നെ ഞാൻ റിലീസ് ചെയ്യുന്നു. ദുഷ്ടന്റെ ആശ നശിക്കും, അവൻ പല്ല് കടിച്ചുരുകും, യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ. ഈ പേരുമായിട്ട് ബന്ധമുള്ളത് ആരാണോ, ദൈവത്തിന്റെ വലിയ പ്രവൃത്തി പറയാനാണോ? സക്കീന തന്നെ പറയട്ടെ. ഏഹ് എന്റെ ലാൻഡ് ലേഡിയുടെ പേര് സക്കീന എന്നാണ്, പക്ഷെ അവര് മുസ്ലിമാണ്. അല്ല, ഷെക്കേന. ഷെക്കേന ഷക്കീന എന്നാണ്. പാസ്റ്റർ, എന്റെ പാസ്റ്റർ, എനിക്കറിയാവുന്ന പാസ്റ്ററിന്റെ മോളുടെ പേര് ഷെക്കേനയാണ്. ഇവിടുന്ന് ബർമിംഗാമിലുള്ള ചിറ്റൻ. ഷെക്കേന. ഷെക്കേന, യെസ്. ഷെക്കേന റാസ്ഫോട്ടോ ഫലാസിയ. എന്നോട് ചോദിക്കണേ, ജൂൺ മാസമായിട്ട് എന്താ ഒരു കണക്ഷൻ എന്ന് ചോദിക്കണേ. ചോദിക്കാം പാസ്റ്റർ. ചോദിക്ക്. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. റൗസറ്റ ബറാഫ സൻഡഹ ഷലാ. എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവ്. ഓ എന്റെ യേശുവേ, കർത്താവേ, ഞങ്ങളുടെ കൃപ വ്യാപരിക്കുന്നു. ഓ ഹോളി സ്പിരിറ്റ്. റീദു ഫാലാസിമാന ഹസ്ബന ലഖു ഷലാം തിരിയാം സഖൂറ ബൽഖന നീഹോ ഫനാസിയാൻ തിരി. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറഞ്ഞു, മഞ്ജുളയുടെ ഭവനത്തിൽ, മഞ്ജുളയുമായി ബന്ധപ്പെട്ട് ആ ഭവനത്തിന്റെ അകത്ത് കർത്താവ് ഒരു സമാധാനം കൊണ്ടുവരാൻ വേണ്ടി പോകും. മഞ്ജുളയുമായി കണക്ഷൻ ആരാണോ, മഞ്ജുളയുടെ ഭവനത്തിൽ ആ ഭർത്താവുമായിട്ടുള്ളൊരു കണക്ഷനാണ് ഞാൻ കാണുന്നത്. അതുമായി ബന്ധപ്പെട്ടൊരു സമാധാനത്തെ ദൈവം കൊണ്ടുവരാൻ വേണ്ടി പോവാന്നാ പറയുന്നത്. ആരാണോ മഞ്ജുളയുമായിട്ട് കണക്ഷൻ ഉള്ളത്, ഞാൻ ഇപ്പോൾ തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ പ്രവൃത്തി ഇന്ന് അവിടെ സംഭവിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആ പേരുമായിട്ട്, ആ വ്യക്തിയുമായിട്ട് കണക്ഷൻ ഉള്ളത് ആരാണോ, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് ആ ഡെലിവറൻസിനെ സ്വീകരിച്ചോണെ. മഞ്ജുള, പേര് ശ്രദ്ധിച്ചോണെ, മഞ്ജുള. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാനത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ യേശുവേ, എൻ്റെ കർത്താവേ, അങ്ങയുടെ വലിയ പ്രവൃത്തി അവിടെ ചെയ്യുന്നല്ലോ അപ്പ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, അങ്ങയുടെ വലിയ മഹത്വം ആ കുടുംബത്തിൽ വെളിപ്പെടുക. അതാരാണോ മഞ്ജുള എന്റെ ഓഫീസിൽ ഒരു ഭർത്താവാണ് വന്നത്. അയാളുടെ ഭാര്യയുടെ പേരാണ് മഞ്ജുള. അയാൾ അവരുടെ കുട്ടി അയാളുടെതല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു DNA ടെസ്റ്റ് ഒക്കെ നടത്തണം, ഡൈവോഴ്സ് കൊടുക്കണമെന്ന് പറഞ്ഞ് ഈ കഴിഞ്ഞ ദിവസം എന്റെ ഓഫീസിൽ വന്ന ഒരാളുടെ ഭാര്യയുടെ പേരാണ് മഞ്ജുള. കണ്ടോ, ആ വ്യക്തിയോട് പറയണം, ഒരു DNA ടെസ്റ്റും വേണ്ട, അതിലൊരു സംശയം വേണ്ട. കർത്താവ് പറയാണ് മഞ്ജുളയ്ക്ക് വേണ്ടി. നിങ്ങൾ എത്ര പേര് ആലോചന കേട്ടായിരുന്നു? ഭർത്താവുമായി ബന്ധപ്പെട്ടൊരു സമാധാനം ചെയ്യാൻ വേണ്ടി പോവാന്ന് എത്ര പേരത് കേട്ടു? അപ്പം അപ്പൊ സഹോദരി കേട്ട്, ഇപ്പൊ മനസ്സിലായ നമ്മളുമായിട്ട് കർത്താവ് പലരോടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? ബ്രദറിന് ഈ പ്രവചനവുമായിട്ട് നിങ്ങളുടെ ഓഫീസിലോട്ട് വരാൻ പറ്റത്തില്ല, പക്ഷെ സിസ്റ്റർക്ക് മറ്റൊരാളെ സഹായിക്കാൻ പറ്റും. ഇന്ന് കേട്ടോ, കർത്താവ് വന്നിട്ട് പറയുകയാണ് DNA ടെസ്റ്റ് വേണം, കൊച്ചെൻ്റെതല്ല. പക്ഷെ ദൈവാത്മാവ് പറയുകയാണ് മഞ്ജുളയുമായി ബന്ധപ്പെട്ട്, എന്നുള്ളതിൽ പറയാ ഭർത്താവുമായി ബന്ധപ്പെട്ട് സമാധാനം ഞാൻ ചെയ്യാൻ വേണ്ടി. അതിന്റെ അർത്ഥം എന്തുവാ? അയാളുടെ സംശയം എന്തുവാ? കൊച്ച് തൻ്റെതല്ല. സഹോദരി ധൈര്യത്തോടെ പറയണം. നമ്മൾ ധൈര്യത്തോടെ പറ, ദൈവം അത് അംഗീകരിക്കും കേട്ടോ. എത്രത്തോളം ദൈവം വിശ്വസ്തന്, എത്രത്തോളം അയാൾ പറ, കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന ഇത് അയച്ചു കൊടുക്കണം. സിസ്റ്ററെ, ഈ കാര്യമല്ലോ എന്നോട് പറഞ്ഞിട്ടുണ്ടോ സിസ്റ്റർ? ഈ മനുഷ്യന് ഇത് കേൾപ്പിക്കണം. അദ്ദേഹത്തോട് പറ, അത് സംശയമാണ്, റിയാലിറ്റി അല്ല. ഇപ്പൊ മനസ്സിലായോ?
യേശു അതിനെ ഉറപ്പിക്കുവാണ്. ഒരു DNA ടെസ്റ്റും വേണ്ട. അവരുടെ ജീവിതത്തെ കലക്കാൻ നോക്കിയ ദുരാത്മാവാണ് ഇറങ്ങി. അതുകൊണ്ടാണ് തമ്പുരാൻ പറഞ്ഞത്, സമാധാനത്തെ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നു. ഓ യേശുവേ. അവരുടെ ഒരു എന്നെ സമീപിച്ച ഒരാള്, അയാൾക്ക് ഒരു പോലീസ് ഓഫീസറാ എന്റെ നമ്പർ കൊടുത്തേ. അപ്പൊ അയാളാണ് അതിനകത്ത് ഈ ഇടപെട്ട് ഇങ്ങനെ ഇത് ഡൈവോഴ്സ് ആക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ ഏതായാലും അത് കണ്ടിന്യൂ ചെയ്ത് ഇവിടെ വരുമല്ലോ. വന്ന് വരുമ്പോ സിസ്റ്റർ ഇത് കേൾപ്പിക്കണം. ഇന്നത്തെ ഡേറ്റിൽ നോക്കിക്കോണം, യൂട്യൂബിൽ കിടപ്പുണ്ട്. സഹോദര, ഇതൊന്ന് കേക്ക്. നിങ്ങളെ അറിയത്തില്ല, എനിക്ക് നിങ്ങളെ അറിയത്തില്ല, മഞ്ജുളനെ അറിയത്തില്ല, ഭർത്താവിനെ അറിയത്തില്ല, DNA ടെസ്റ്റ് അറിയത്തില്ല. പക്ഷെ കർത്താവ് പറയുന്നു രണ്ടുപേരും തമ്മിൽ സമാധാനം. അതിന്റെ അർത്ഥം എന്താ? ഇനി അങ്ങനെ അല്ലെങ്കിൽ തമ്പുരാൻ പറഞ്ഞാൽ അത് മാറിപ്പോകുന്നു. കണ്ടോ, കർത്താവോ വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് കൂടെ. നമ്മൾ അനേകരെ, ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ അനേകരെ സഹായിക്കുന്നവരാണ്. ഇതാണ് കൃപാവരങ്ങളുടെ ഗുണം. ഒരു കുടുംബത്തെ രക്ഷിക്കുന്നത് കൊണ്ടോ. അപ്പൊ നമ്മുടെ മനസ്സ് പറയും, ഞാൻ പറഞ്ഞാൽ വല്ലതും കേൾക്കുവോ? ദൈവത്തിന്റെ ആലോചന കയ്യിലുണ്ടെങ്കിൽ അവിടെ ദൈവം പ്രവർത്തിക്കും. അതാണ് ദാവീദ് ചെയ്തത്. കർത്താവെ, ഞാൻ യുദ്ധം ചെയ്യണോ? എൻ്റെ എല്ലാം ഉണ്ട്. എൻ്റെ വാളുണ്ട്, പരിചയമുണ്ട്, ആളുണ്ട്, അഭിഷേകമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നീ പറയണം യുദ്ധം ചെയ്യണം. കണ്ടോ, ദൈവഹിതം അന്വേഷിക്കണം ദൈവമക്കളെ, ആത്മാവിൽ വിതയ്ക്കുന്നവര്. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. എല്ലാവരും പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ലോകറാസി പരിശുദ്ധാത്മാവ്, എല്ലാവരും പ്രാർത്ഥിച്ച്. ഇന്ന് ആത്മാവ് നമ്മളെ സഹായിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ രക്ഷിക്കുകയാണ്. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ ജീസസ്. പരിശുദ്ധാത്മാവേ, അപ്പാ, ഞാനിന്ന് എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ, ദുഷ്ടന്റെ ആശകൾ നശിക്കുന്നു, അവൻ പല്ലി കടിച്ച് ഉരുകുന്നു, ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ നടക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ രോഗശക്തികൾ ഇന്ന് അഴിഞ്ഞു മാറുക. കൈയെടുത്തു വെച്ചോ, ഞരമ്പുകൾ സംബന്ധമായുള്ള രോഗങ്ങൾ ഇന്ന് സൗഖ്യമാ. ഓ, അത് കേൾക്കുമ്പോ തന്നെ കൈയെടുത്തു വെച്ചു യേശുവിന്റെ നാമത്തിൽ. ആ വേദനകൾ, രോഗങ്ങൾ, പുതിയ ഞരമ്പ് വരുക, അവിടെ പുതിയ ഞരമ്പ് വരുക. ഹീലിംഗ് പവർ അവിടെ മൂവ് ചെയ്യുക. റാസു ലഫാന വെർബിയാസ്വൈറ്റ അസ്പേറ്റ ഫറാബ കുസാന ലഭേരിയ ഷകലബനഹുഡദർഗിമസഫനഹസിയാന്തഹസീമ. ഓ ജീസസ് ക്രൈസ്റ്റ്. എനിക്കൊരു സ്ഥലം വ്യക്തമാകുന്നില്ല, അത് ഇച്ചിരി അവ്യക്തമാണ്. റോമാലേഖനത്തിൽ ഒരു വാക്യം, അതിൽ 9 പറയുന്ന അധ്യായമാണോ അതോ അതിൻ്റെ അകത്തെ വാക്യമാണോ? പക്ഷെ 9 എന്നൊരു നമ്പർ മാത്രമേ തെളിഞ്ഞു വരുന്നുള്ളൂ. റോമാലേഖനം എനിക്ക് അത്രേ വ്യക്തമാകുന്നുള്ളൂ. റോമാലേഖനം എഴുതി കാണിക്കുന്ന ഒരു വീടിന്റെ കയറി വരുന്നിടത്ത് തന്നെ ഞാൻ കാണുവാണ്, റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ അകത്തെ 9 എന്നൊരു സംഖ്യ, ആ സംഖ്യ, ആ ഒരു എന്താ പറയുന്നത്, ആ വചനത്തിന്റെ അകത്ത് 9 എന്ന് പറഞ്ഞൊരു സംഖ്യ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഏത് വീട്ടിലാണോ ആ ഒരു എന്താ പറയുന്നത് വചനം എഴുതി വെച്ചിരിക്കുന്നത്, ആ വചനം റോമൻ എഴുതിയ ലേഖനത്തിന്റെ അകത്തെ വചനം എവിടെയാണോ നിങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്, എന്താണോ ചെയ്തിരിക്കുന്നത്, ആ കുടുംബം ഏതാണോ എന്ന വചനം പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന്റെ പ്രവൃത്തി കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവാന്ന് പറഞ്ഞ ആരാണത്? യേശുവിന്റെ നാമത്തിൽ ഏത് വീട്ടിലാണോ അതിരിക്കുന്നത്, ഇപ്പോൾ തന്നെ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഓ ഹോളി സ്പിരിറ്റ്. പറഞ്ഞു സിസ്റ്റർ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമായ റോമർ 8:31 എന്റെ വീട്ടിൽ ഒരു ഫോട്ടോ ഫ്രെയിം ഇരിക്കും സിസ്റ്ററെ. 9 ഞാൻ പറഞ്ഞില്ലേ, 9 എന്നൊരു സംഖ്യ ഞാൻ കാണുന്നു. റോമർ 8 അല്ല, 9 എന്നൊരു സംഖ്യ അധ്യായത്തിലുണ്ട് സിസ്റ്ററെ. അത് വെച്ചാ ഞാൻ പറഞ്ഞത്. 9 എന്നൊരു സംഖ്യ, അതായത് അധ്യായമായിരിക്കാം അല്ലെങ്കിൽ ആ വാക്യമായിരിക്കാം. അതെനിക്ക് അത്രേ എനിക്ക് വ്യക്തമായിട്ടുള്ളൂ, ബാക്കി എനിക്ക് എന്ത് ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ അത്രയൊരു ഇതായിട്ട് പറഞ്ഞത്, കൺഫേം അല്ലാതെ ഞാൻ പറഞ്ഞത്. റോമാലേഖനത്തിലെ ലോർഡ് ജീസസ്. ഞങ്ങളുടെ വീട്ടിൽ നേരത്തെ വച്ചിരുന്നു, അതിന് ഞാൻ ഇടയ്ക്ക് റോമ 9:6 വാക്യം, ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. കണ്ടോ, ഞാനത് എടുത്തു പറഞ്ഞ സിസ്റ്റർ. ഈ റോമാലേഖനം 9:6 ആയിരിക്കുന്നത് അവിടെ. ഇപ്പൊ അത് എടുത്ത് മാറ്റിയോ? അത് ഞാൻ ഇടയ്ക്ക് പെയിന്റ് അടിച്ചപ്പോ എടുത്ത് മാറ്റിയായിരുന്നു. അത് തിരിച്ചു വെക്കുക കേട്ടോ. എന്നാ പിന്നെ ഞാൻ ആ സമയത്തുള്ളതാ കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പലപ്പോഴും പ്രവചനം വെളിപ്പെടുമ്പോ 2 രീതിയിലാണ് പ്രവചനം വെളിപ്പെടുന്നത്. ഒന്ന് വേർഡ് ഓഫ് വിസ്ഡം, അതായത് കഴിഞ്ഞ കാലങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ, വേർഡ് ഓഫ് നോളജ്, വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി നമുക്കകത്ത് റിവീൽ ചെയ്യുന്ന കാര്യങ്ങൾ. 3 പ്രവചനം. അപ്പൊ ഞാൻ ഈ ഫോട്ടോ കാണുന്നത് പെയിന്റ് അടിക്കുന്നതിന് മുമ്പുള്ള സമയമാണ്.
ആ അതെ. അപ്പോൾ ഞാൻ ഇവിടെ ഹാളിൽ കുറെ വചനം ഉണ്ടായിരുന്നു. അതിലുണ്ടായിരുന്നു റോമ 9:6 ഓ യേശുവേ, ഇന്ന് TOC ബൈബിൾ ഇങ്ങനെയാണ്: ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. കണ്ടോ? അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ആ പരാജയത്തോട് നോക്കിയിട്ട് ഈ വചനം വീണ്ടും ഒട്ടിച്ചു വെച്ചിട്ട് എല്ലാ ദിവസവും പറ, ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ വിതയ്ക്കുന്ന വചനം ഒരിക്കലും പരാജയപ്പെടത്തില്ല. പിശാചേ, നിന്റെ പദ്ധതികൾ പരാജയപ്പെടും. സിസ്റ്റർ, എന്റെ ഉള്ളത്തിൽ കർത്താവ് പറയും, ഒരു സിബിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുക. സിബി യേശുവിന്റെ ആ നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്യുന്നു. ആ പേര് എഴുതി വെച്ച് പ്രാർത്ഥിച്ചോണേ. പള്ളിയിൽ വരുന്ന ഒരു ഒരാളുണ്ട്, സിബി. സിബി, ആ വ്യക്തിക്ക് വേണ്ടി ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ച് കർത്താവ് ഇന്ന് ആ കുടുംബത്തെ തൊടാൻ വേണ്ടി നിങ്ങളെ ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോകും അതിശക്തമായിട്ട്. ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. സിസ്റ്റർ, ഈ കാര്യം വല്ലതും ഞങ്ങൾ അറിയാൻ വല്ല വഴിയുണ്ടോ? ഇല്ല. ദൈവം അങ്ങ് ഉറപ്പിക്കുന്നത് കണ്ടോ? ആ വചനം പോലെ തന്നെ ഉറപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം അങ്ങോട്ട് നിൽക്കും. റോമർ 9:6 ശക്തമായ ഒരു വചനവാദം. ഞാൻ അതുകൊണ്ട് എനിക്ക് 9 എന്നുള്ള വചനം ഇങ്ങനെ അത് മാത്രം റോമർ 9 ഇങ്ങനെ തന്നെ വന്നുകൊണ്ട്, അതുകൊണ്ട് ഞാൻ സൗകര്യം 8 പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, 8 അല്ല, എനിക്ക് 9 തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാൻ കാരണം, കർത്താവിന്റെ വചനം വൃഥാവായി പോകത്തില്ല. കണ്ടോ? അത് വെറുതെ പോകത്തില്ല, അത് ശക്തമായി തന്നെ പ്രവർത്തിക്കും. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്ത് യേശുവിന്റെ നാമത്തിൽ തന്നെ റോഖലസ് പിഠാറവ. യേശുവേ നന്ദി കർത്താവ്. എല്ലാവരും പറഞ്ഞ്, പരിശുദ്ധാത്മാവേ അങ്ങയുടെ കൃപ എൻ്റെ മേൽ വ്യാപരിക്കും. ഇന്ന് ആ ഞരമ്പ് സംബന്ധമായിട്ട് ഭാരമുള്ള വ്യക്തികളൊന്ന് കൈയെടുത്ത് വെച്ച്, ഞരമ്പിൻ്റെ അകത്ത് വേദനയുള്ളവർ, അത് സംബന്ധമായിട്ട് ഏതെങ്കിലും രോഗമോ വെരിക്കോസോ മറ്റേതെങ്കിലും ഞരമ്പ് സംബന്ധം ഇനി കൈവെക്കാൻ പറ്റുന്ന സ്ഥലത്താണെങ്കിൽ, കൈ എത്തുന്ന സ്ഥലത്താണെങ്കിൽ കൈവെക്കുക. ഇല്ലെങ്കിൽ ശരീരത്തിന്റെ മേൽ കൈവച്ച് രോഗികളുടെ മേൽ കൈവച്ചാൽ, മർക്കോസ് 16 പറയുന്നു, രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. ഓ ശഖലസിയാന്തരി. കൈവച്ച് യേശുവിന്റെ അധികാരമുള്ള കൈവച്ചോ? നിങ്ങൾ കൈവച്ചോ? വെച്ചു. കൈവച്ചോ? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. കർത്താവെ, ഞരമ്പുകൾക്കകത്തോട്ടൊരു തീ കത്തുവാണല്ലോപ്പ, അഭിഷേകത്തിന്റെ അഗ്നി കത്തുവാണല്ലോപ്പ. യേശുവിന്റെ പുതിയ ഞരമ്പ് വേദനയുള്ള കേടായതല്ല, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പരിശുദ്ധ ആത്മാവിന്റെ ശക്തിയാൽ, ജീവന്റെ ആത്മാവേ, സകല മരണശക്തികളെ ഞങ്ങൾ വെട്ടിക്കളയുന്നപ്പ. രോഗത്തിന്റെ ദുരാത്മാവിനെ ബന്ധിക്കുന്നു, രോഗശക്തിയെ ബന്ധിക്കുന്നു. ഹീലിംഗ് പവർ ഈസ് മൂവിങ് ഇൻ ദ നെയിം. ആ കയ്യിലൂടെ ദൈവശക്തി വ്യാപരിക്കുകയാണ്. ആ വേദന ഞങ്ങൾ വേരോടെ പിടിച്ചെടുക്കുന്നപ്പ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഒന്ന് ചെക്ക് ചെയ്തേ. കൈവച്ച് ഇപ്പൊ പ്രാർത്ഥിച്ച സഹോദരങ്ങളെ ഒന്ന് തടവി നോക്കിക്കേ. ആ കൈയും കാലും ഒന്ന് ഉയർത്തി നോക്കിക്കേ. എന്തുവാ അവിടെ സംഭവിച്ചത്? ഒന്ന് പ്രാർത്ഥിച്ച ദൈവമക്കളൊന്ന് മ്യൂട്ട് മാറ്റിക്കും. ആ ഞരമ്പ് സംബന്ധമായിക്ക് വേദനയ്ക്കകത്ത് പ്രാർത്ഥിച്ചവരെല്ലാം ഒന്ന് മ്യൂട്ട് മാറ്റിക്കും. പ്രാർത്ഥിച്ചവരെല്ലാം പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. എന്നാ വ്യത്യാസം? ഞാൻ പ്രാർത്ഥിച്ചു. എന്തുവാ വ്യത്യാസം? എന്റെ കാലെല്ലാം കൂടെ കഴയ്ക്കുവാ ഇപ്പം. കേട്ടില്ലേ സിസ്റ്ററെ? കാലൊക്കെ കൂടെ ഭയങ്കരമായിട്ട് കഴയ്ക്കുവാ ഇപ്പം. കൈ വെച്ച് സിസ്റ്റർ പ്രാർത്ഥിച്ചോ? അങ്ങോട്ട് വിതച്ച യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ വിടുതൽ എനിക്ക് വേണമെന്ന് പറ. കൈ വെച്ച് പ്രാർത്ഥിച്ചതിന്റെ അകത്ത് എനിക്കൊരു പൂർണ്ണ വിടുതൽ കിട്ടിയെന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? മ്യൂട്ട് മാറ്റിക്കുക അവര്. ബ്രദറെ 2 ദിവസമായിട്ട് എനിക്ക് നല്ല തൊണ്ടയ്ക്ക് പെയിൻ ഉണ്ടായിരുന്നു, ത്രോട്ട് പെയിൻ. അപ്പൊ അവിടെ ഒരു ലിംഫ് നോട്ട്സ് പോലെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ഡോക്ടേഴ്സ്. പക്ഷെ അവരതിന് മരുന്നൊക്കെ തന്നു. അത് ജസ്റ്റ് ഇന്നലെ തന്നതേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തൊട്ട് നോക്കുമ്പോ എനിക്ക് അത് ഫീൽ ആകുന്നില്ല ഒട്ടും. ഇപ്പൊ ആ തടിപ്പ് അവിടെ ഇല്ല? ഇല്ല, ഇപ്പൊ ഒട്ടും ഇല്ല. ഇത് വലിയൊരു അത്ഭുതമാണ്. മരുന്ന് കഴിക്കാൻ തുടങ്ങി പോലുമില്ല. പക്ഷെ ഇന്ന് കൈ വെച്ച് പ്രാർത്ഥിച്ചു, ആ ഞരമ്പിന്റെ മേൽ കർത്താവ് തൊട്ട് ഇപ്പൊ തടിപ്പ് അവിടെ ഇല്ല. പൂർണ്ണ സൗഖ്യം. ഗോഡ് ബ്ലസ് യു. അടുത്തയാള് ചെക്ക് ചെയ്തേ. എനിക്ക് 4 ദിവസമായിട്ട് ബാക്ക് പെയിൻ ആയിട്ട് ഞാൻ വളരെ ഭാരപ്പെടുമായിരുന്നു. ഇന്ന് ഇപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് പൂർണ്ണമായിട്ട് ഒരു വിടുതൽ കർത്താവ്. ഇപ്പൊ ബാക്ക് പെയിൻ അവിടെ ഇല്ല. ഇല്ല. കർത്താവ് അങ്ങ് അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി. ആമേൻ. അടുത്തയാള് ചെക്ക് ചെയ്തേ. താങ്ക് യു ജീസസ്. അടുത്തയാള്. ഹലോ സോദരൻ ബ്രദറെ, എന്റെ കൈയൊക്കെ ആണെങ്കിൽ കോച്ചി വലിച്ചു പോവുക ബ്രദറെ. എന്താന്ന് അറിയത്തില്ല, പെട്ടെന്ന് തന്നെ
വലത് കൈ ഇങ്ങനെ അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ കൂച്ചി വലിച്ചു കയറും. കർത്താവ്, ഞങ്ങൾ ഇപ്പോൾ കൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആ രോഗശക്തിയെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇറങ്ങുക, യേശുമത്തിൽ ഇറങ്ങുക. പിശാച് രോഗശക്തിയോട് കൽപ്പിക്കുന്നു, പൂർണ്ണ സൗഖ്യത്തെ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ എസ്ട്ര ഇന്ന് തന്നെ കൈ പൂർണ്ണമായിട്ട് പിടിച്ചിരിക്കുന്നു കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ ശരീരത്തിന്റെ അകത്തൊരു സൗഖ്യം, പൂർണ്ണ വിടുതൽ കിട്ടിയവര്? ഹലോ ബ്രദറെ, ഞാൻ കുറേ ദിവസങ്ങൾ കൊണ്ട് 2 മാസത്തിന് മുന്നേ ഞാൻ ഇതെല്ലാം ഇൻഹേലർ ഉപയോഗിക്കാതിരുന്ന ആസ്മയൊക്കെ സുഖമായി. പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോയപ്പോൾ വീണ്ടും അലർജി കൂടി, ശ്വാസം മുട്ടൊക്കെ വന്ന്. ബ്രദറെ, ഇന്ന് ഞാൻ ഒരുപാട് രോഗം, എന്തെന്നും രഹസ്യമായിട്ടുള്ള രോഗമൊക്കെ ഉണ്ട്, ഒന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ സിസ്റ്ററെ ശ്രദ്ധിച്ചോണം, ഒരു വ്യക്തിക്കകത്തുനിന്നും രോഗം സൗഖ്യമായാൽ ആദ്യം ചെയ്യേണ്ടത് ആ ഡോർ അടയ്ക്കണം. ഞാൻ പറഞ്ഞിട്ടില്ലേ, കർത്താവെ ഇനി ഒരു രോഗത്തിനും എന്റെ മേൽ അവകാശമില്ല, ഇനി രോഗത്തിന് എന്റെ മേൽ കയറാൻ അനുവാദമില്ല, ആ ഡോർ അടച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു കേട്ടോ. ഞാൻ യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഇനി പ്രാർത്ഥിച്ചു. ഞാൻ ഇന്ന് മൊത്തവും പ്രാർത്ഥന തന്നെയായിരുന്നു. ഞാൻ ജോലി ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അപ്പോഴും പറയണത്, നീ ഇൻഹേലർ ഇപ്പൊ ഉപയോഗിക്കണം, എന്തിനാണ് ഇനി ഇൻഹേലർ ഉപയോഗിക്കേണ്ട, നിന്റെ ജീവനുള്ള ദൈവം നിനക്ക് സൗഖ്യം തന്നു, നീ ഇൻഹേലർ ഉപയോഗിക്കരുത്. ഇന്നലെയൊക്കെ ഇൻഹേലർ ഉപയോഗിച്ച് എനിക്ക് ഭയങ്കര അസ്വസ്ഥത, പ്രാർത്ഥിക്കാനൊന്നും പറ്റിയില്ല. കുടുംബ പ്രാർത്ഥനയ്ക്ക് പറ്റിയില്ല എന്നല്ല, ചുമ്മാ കഫത്തിന്റെ പ്രയാസം പോലെ. ഇന്ന് ഞാൻ ഉപയോഗിച്ചേ ഇല്ല ബ്രദർ. എൻ്റെ ആ രഹസ്യ രോഗവും എൻ്റെ കാൽമുട്ടിൻ്റെ വേദനയും എല്ലാം എൻ്റെ കർത്താവ് സൗഖ്യം തന്നു. ഇത് മുഴുവനും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വചനം പറഞ്ഞുകൊണ്ട് രഹസ്യ രോഗം ഇപ്പൊ ഉണ്ടോ? ഇല്ല, ഇപ്പൊ മാറി. കണ്ടോ? ഇത്രയേ ഉള്ളൂ. പിശാചിനോട് പറയണം, ഇനി മേലാൽ എന്നെ നിങ്ങൾ നോക്കിക്കേ, ആ രോഗം പിന്നെയും വന്നു, പിന്നെ രോഗം പിന്നെ ശരീരം. പക്ഷെ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചു, കർത്താവ് സൗഖ്യം തന്നതാണെങ്കിൽ എനിക്കിത് വേണ്ട. ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞു, ഡോക്ടർ തന്നെ പറയും ഇനി ഒരു കുഴപ്പമില്ല എന്ന് പറയും കേട്ടോ. ഗോഡ് ബ്ലസ് യു. അടുത്ത ചെക്കപ്പിൽ അത്ഭുതകരമായ സാക്ഷ്യമായിട്ട് കർത്താവ് അത് മാറ്റിയിരിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ഉണ്ട് ബ്രദർ. എനിക്ക് ഇന്നല്ല 2-3 ദിവസം മുമ്പ് എന്റെ ശരീരം മുഴുവൻ നീരും വേദനയാണ്. എനിക്ക് ശ്വാസം കിടക്കാൻ പറ്റില്ല, മിക്കപ്പോഴും ഇരുന്നാ ഉറങ്ങുന്നത്. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഇപ്പൊ 3 ദിവസമായിട്ട് എനിക്ക് ആ നരമ്പുകളുടെ ഒന്നും ഒരു വേദനയും പ്രയാസവും ഇല്ല. സുഖമായ ഉറക്കമുണ്ടോ? യേശു എന്നെ സൗഖ്യമാക്കി. ഇപ്പൊ കിടക്കുന്നതിന് കുഴപ്പമുണ്ടോ സിസ്റ്റർ? ഉറങ്ങുന്നതിന് ഇല്ല. ഇതാണ് അത്ഭുതം. നോക്കിക്കേ, നേരെ ചൊവ്വേ കിടക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. ആ ശ്വാസമുട്ടലും ഞരമ്പിന്റെ ബുദ്ധിമുട്ടുമായിരുന്നു. സഹോദരി കർത്താവിന്റെ നാമത്തിൽ ദൈവം അത്ഭുതം ചെയ്തു. ഇപ്പം വേദനയില്ല, ഒന്നുമില്ല. കണ്ടോ? കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ നിങ്ങളുടെ അഭിഷേകത്തെ ഉപയോഗിക്കണം. ഞാൻ എളുപ്പ വഴി പറഞ്ഞു തരാം. നിങ്ങൾക്ക് കൃപാപരവും രോഗശാന്തിപരവും പലരും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഒന്നും കിട്ടാൻ പോകുന്നില്ല. കിട്ടിയത് എങ്ങനെയാ പിന്നെ കിട്ടുന്നത്? കണ്ടോ? നിങ്ങളുടെ അകത്തൊണ്ട് പ്രിയരെ, നിങ്ങളുടെ അകത്തൊണ്ട്. നിങ്ങൾ കൈവച്ചൊന്ന് കൽപ്പിക്കുക. നിങ്ങളുടെ അകത്തൊണ്ട്. ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു, അത്ഭുതം നിങ്ങളുടെ അകത്തൊണ്ട്. മർക്കോസിന്റെ 16 ബൈബിൾ പറയുന്നു, രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. പ്രാർത്ഥന കൂടുതലുള്ളവരെ പറ്റി അല്ല അവിടെ പറഞ്ഞത്, ബ്രദർമാരെ പറ്റി അല്ല പറഞ്ഞത്, സിസ്റ്റർമാരെ പറ്റി അല്ല അവിടെ പറഞ്ഞത്, പ്രീസ്റ്റുമാരെ പറ്റി അല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ വിശ്വസിക്കുന്നവർ. എൻ്റെ കയ്യിലുണ്ട് സൗഖ്യം, അത് കിട്ടണമേ തരണേ എന്ന് പറയുന്നവരിലൂടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അവർ ജീവിതകാലം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കും, കിട്ടിയത് പിന്നെയും തരണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കിട്ടിയത് കൊണ്ട് ഉപയോഗിക്കുക. ഗോഡ് ബ്ലെസ്. ഇയാൾക്ക് വലത് കണ്ണിന് കാഴ്ചയില്ല, ഒന്ന് പ്രാർത്ഥിക്കണം. കർത്താവെ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചു. അച്ചായ കൈ വെച്ചിട്ട് എല്ലാ ദിവസവും പറഞ്ഞു, കർത്താവെ കർത്താവ് ക്രൂശിൽ വില കൊടുത്തത് പുതിയ കണ്ണിന് വേണ്ടിയാ. കാഴ്ച കാണും. കർത്താവിന്റെ വചനം പറഞ്ഞ് കുരുടൻ കാണും, ചെകിടൻ കേൾക്കും. നമ്മൾ ഇന്നലെ കേട്ടില്ലേ, 15 വർഷമായിട്ട് അടഞ്ഞ ചെവി യേശു തുറന്നത്. ഞാൻ യൂട്യൂബിലിട്ടുണ്ട് സാക്ഷി, നിങ്ങൾ കേൾക്കണം. കൈ വെച്ചിട്ട് പറയണം, കർത്താവ് കണ്ണ് കാണും. അപ്പൊ ഞങ്ങൾ കൽപ്പിക്കുന്ന, അപ്പൊ വാർത്തയ്ക്ക് ഒന്നും വിഷയമല്ല, യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്ന. അപ്പൊ കണ്ണോട് കൽപ്പിച്ച് കൈവച്ചു, കർത്താവ് അത് കണ്ണ് കാണും, കാഴ്ച പ്രാപിക്കും. യേശു വില കൊടുത്തിരിക്കുന്നു. ആമേൻ. കൈവച്ചു പറഞ്ഞോണേ, കാണുന്നത് വരെ പറഞ്ഞോണേ, കാണുന്നത് വരെ കൽപ്പിച്ചോണം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാ. കാരണം കാലിന്റെ നരമ്പെല്ലാം ബാധിച്ചിരിക്കുകയാണ് ബ്രദർ. അപ്പൊ കാലിൽ കൈവച്ചു ബ്രദറെ,
നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഷുഗർ കാരണം ന്യൂറോപ്പതിയ. കർത്താവ്, ഞാൻ അത്ഭുതത്തെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി. കാലുകളുടെ മേൽ അഭിഷേകത്തിന് വെളിപ്പെടുത്തി കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ ശ്രദ്ധിച്ച് ഈ സമയത്ത് നിങ്ങൾ പ്രെയർ റിക്വസ്റ്റ് പറയരുത്. പ്രെയർ റിക്വസ്റ്റ് പറഞ്ഞാൽ ഞാൻ ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വിടുതലിലെ കർത്താവ് ചെയ്യും. ഈ സമയത്ത് ഞാൻ സാക്ഷ്യം ചോദിക്കുന്നതിന്റെ കാരണം ആ സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുകയും അടുത്ത ഒരു ദൈവിക ആലോചനയ്ക്ക് നമുക്ക് മൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഞാൻ ആ പ്രാർത്ഥനാ വിഷയങ്ങളുടെ പുറകെ ഇപ്പൊ പോയാൽ നമുക്ക് ദൈവം നിങ്ങളോട് സംസാരിക്കാനുള്ള ആലോചന നിങ്ങൾക്ക് മിസ്സായി പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പ്രെയർ റിക്വസ്റ്റുകൾ നമ്മുടെ പ്രെയർ ലൈൻ നമ്പറുണ്ട്, ഇതിന് ശേഷം ഞാൻ കാണിക്കും, അതിലേക്ക് അയക്കുക കേട്ടോ. പ്രെയർ ഇപ്പൊ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടല്ല. ഈ 400 പേർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോയി കഴിഞ്ഞാൽ ഇന്ന് നേരം വെളുത്താലും തീരത്തില്ല. അതുകൊണ്ടാണ്. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. പ്രെയർ റിക്വസ്റ്റുകൾ ഇപ്പൊ പറയരുതേ. നിങ്ങൾക്ക് കൈവച്ച് കൽപ്പിച്ചുകൊണ്ടിരിക്കുക. സൗഖ്യം തരുന്നത് ബ്രദർ അല്ല, യേശുവാണ്. അത് മനസ്സിലാക്കണം. കൈവച്ച് പറയണം, യേശു എന്നെ സൗഖ്യം. എന്റെ കാര്യത്തിലൂടെ കർത്താവ് പ്രവർത്തിക്കും. എന്റെ കയ്യെ ദൈവം ഉപയോഗിക്കും. എന്റെ നാവിനെ ദൈവം ഉപയോഗിക്കും. ഉപയോഗിക്കണമെന്ന് പറയരുത്, ഉപയോഗിക്കും. ഇതാ വിശ്വാസം. വിശ്വാസം വന്നത് ഉറപ്പാണ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. 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 ഓ റബകാസ ചഫാറഹസാൻഡ. എൻ്റെ ഉള്ളത്തെ കർത്താവ് പറയുന്നു, ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ ജയ എന്ന് പറഞ്ഞൊരു പേര് ഞാൻ കാണുക, 14 എന്ന് പറഞ്ഞൊരു നമ്പരും ഞാൻ കാണുക. ജയ എന്ന് പറയുന്നൊരു പേരും 14 എന്ന് പറയുന്നൊരു നമ്പരും ഞാൻ കാണുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടതാരാ? ജയയും 14 എന്ന് പറയുന്ന ഒരു നമ്പരും ഞാൻ കാണുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാണോ അതുമായിട്ട് ബന്ധപ്പെട്ടത്, ഇന്ന് കർത്താവിന്റെ ഒരു പ്രവൃത്തി ഇന്ന് അവരുടെ ജീവിതത്തിൽ കർത്താവ് വെളിപ്പെടുത്താൻ വേണ്ടി പോവാം. ലോർഡ് ജീസസ്, ഇപ്പോൾ തന്നെ ബ്രദറെ പ്രൈസ് ദി ലോർഡ്. പറഞ്ഞോ ബ്രദറെ. ജയ, എന്റെ ഭാര്യയുടെ പേരാണ് ജയ. ഭയങ്കരമായ തലവേദന സഹിക്കാൻ പറ്റാതെ 2 കരങ്ങൾ കൊണ്ട് തല അമക്കി പിടിച്ച് കിടക്കുകയാണ് ആള്. 14 എന്നാന്ന് മനസ്സിലാകുന്നില്ല ബ്രദറെ. 14 ഒരു നമ്പർ എന്നെ കണ്ടുകൊണ്ടിരിക്കുക ബ്രദർ. അതുമായിട്ട് എന്നാ റിലേഷൻ ഉള്ളത് ഒന്ന് നോക്കുക. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തായിരുന്നു നോക്കുക. ഞാൻ കർത്താവ് എന്ന രോഗത്തിന് വേണ്ടി കൽപ്പിക്കുന്നത് പൂർണ്ണ സൗഖ്യമായി ഇന്ന് തന്നെ കിടക്കയെടുത്ത് നടക്കും, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇനി ഈ പേര് ശ്രദ്ധിച്ചോണം. ഈ ജയ എന്നുള്ള പേര് 14 എന്നൊരു നമ്പർ. ഇനിയിപ്പോ സൂമിലല്ല, യൂട്യൂബിലോ മറ്റ് ലൈവ് സ്ട്രീമിലാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളത് കമന്റ് ചെയ്യുകയോ വാട്സാപ്പിൽ അയക്കുകയോ ചെയ്യുക. എന്താണ് ഈ നമ്പരുമായിട്ട് കണക്ഷൻ എന്നുള്ളത്? ലോർഡ് ജീസസ്, ഞാനിന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ, ഓ ഹോളി സ്പിരിറ്റ്, ഞാൻ ഈ നോബിൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ പറയാൻ. നോബിളുമായിട്ട് ബന്ധപ്പെട്ടതാരാ? നോബിളിന്റെ ഭവനത്തിന് വേണ്ടി കർത്താവിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാം. അവിടുത്തെ തലമുറയെ ദൈവം സന്ദർശിക്കാൻ വേണ്ടി പോവാം. ഇൻ ദ നെയിം ഓഫ് ജീസസ്, നോബിളുമായി ബന്ധപ്പെട്ട മകന്റെ ഭാര്യയുടെ ആങ്ങളെയാ. ആൺതലമുറയെ ഞാൻ കാണുന്നില്ല സിസ്റ്റർ കുടുംബത്തില്. ആരുടെ കുടുംബത്തില്? എന്റെ മരുമോന് നോബിളാണ്. എന്റെ മരുമോൻ നോബിളാണ്. ആ മരുമോന്റെ കുഞ്ഞ് 4 വയസ്സുകൊണ്ട് സംസാരിക്കത്തില്ല. ഓ, ഈ നോബിളാണോ മരുമോൻ? അതെ, എന്റെ മരുമോനാ. ആൺതലമുറ മിണ്ടത്തില്ല. ഇല്ല, വേർഡ്സ് ഒന്നും പറയത്തില്ല. അതായത് സംസാരിക്കാത്തതാണോ അതോ സംസാര ശേഷി ഇല്ലാത്തതാണോ? അല്ല, കുറച്ച് സംസാരിക്കും. പക്ഷെ സ്കൂളിൽ അതുകൊണ്ട് അഡ്മിഷൻ കിട്ടിയില്ല. നല്ലതായിട്ട് സംസാരിക്കില്ല. ഓ, അവന്റെ യേശുവിന്റെ നാമത്തിൽ ദൈവം തൊടുക കേട്ടോ. നോബിളിന്റെ തലമുറയെ ദൈവം സന്ദർശിക്കുവാന്നാ പറഞ്ഞത്. മുറുക്ക പിടിച്ചത് സിസ്റ്റർ, വിട്ടുകൊടുക്കരുത് കേട്ടോ. ഇന്നു മുതൽ പ്രഖ്യാപിക്കണം, അവിടെയുള്ള ഏറ്റവും ബെസ്റ്റ് സ്കൂളിൽ അവൻ പഠിക്കും. ഏറ്റവും ബെസ്റ്റ് സ്കൂളിൽ പഠിക്കും. അവനെ ദൈവം ഒന്നാമനാക്കും. പിമ്പന്മാരെല്ലാം മുമ്പന്മാരായി തീരും. ഞാൻ ആ വചനത്താൽ അനുഗ്രഹിക്കുക. നോബിളിന്റെ നിങ്ങളുടെ ഹൃദയത്തെ നുറുങ്ങിയത് തമ്പുരാൻ കേട്ടു കേട്ടോ. ഹൃദയം തകർന്നത് കർത്താവ് കേട്ടു. ഇന്ന് നോബിളിന്റെ തലമുറയെ യേശു തൊടുകയാണ്. അപ്പാ, ഞങ്ങൾ ഇപ്പോൾ തന്നെ സ്പർശിക്കുന്നല്ലോ അപ്പാ. മുറുക്ക പിടിച്ച ദുഷ്ടന്റെ ആഗ്രഹം അവനെ ഒന്നിനും കൊള്ളാത്തവനായി മാറ്റി നിർത്താനാ. യേശുവിന്റെ പ്ലാൻ അവനെ മുമ്പനാക്കാനാ. ഞാനത് അഭിഷേകത്തെ റിലീസ് ചെയ്യുന്നു. ആമേൻ പറഞ്ഞതിനെ പിടിച്ചു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും പ്രാർത്ഥിച്ചു. ഞാനൊരു ഭവനത്തിന്റെ അകത്ത് മുറിയാണ് കാണുന്നത്.
വീടിന്റെ അകത്ത് ഇതിന്റെ ഈ ഫ്രെയിം ഞാനിപ്പം വീടിന്റെ അകത്ത് നിൽക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അതായത് പുറത്തുനിന്ന് വരുന്ന പൊസിഷൻ അല്ല. ഞാൻ ഈ വീടിന്റെ അകത്ത് ഇപ്പൊ പ്രവേശിച്ചിരിക്കും. അകത്തൊരു മുറിയാത്. വെളിയിൽ നിന്നും അകത്ത് കയറി, പക്ഷെ അകത്തെ വിഷനാണ് ഞാൻ കാണുന്നത്. ആ ഭിത്തിയേല് ചുവന്ന ഒരു കവർ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുക. ഒരു ചുവന്ന കവറ് അവിടെ തൂക്കിയിട്ടിരിക്കുക ഈ ഭിത്തിയേല്. ഈ ഒരു മുറിക്കകവാ ഞാൻ കാണുന്നത്. ഇതിങ്ങനെ വാതിലിനോട് ചേർന്നോ ഇതിങ്ങനെ കാണാൻ പറ്റും. ഈ ഭിത്തിയേൽ ഇങ്ങനെ ചുവന്നത് കവറാണത്. അതിങ്ങനെ തൂക്കിയിട്ടിരിക്കുക. അത് ആ ഭവനത്തിന്റെ അകത്ത് ഇപ്പൊ ഞാൻ എന്റെ കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ആ ഭവനത്തിന്റെ അകത്തിരിക്കുമ്പോ തന്നെ എന്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, അവിടുന്ന് ഒരു പേപ്പർ, ഒരു ഫയലിന്റെ അകത്തൊരു പേപ്പർ, അതിന്റെ മേൽ കർത്താവിന്റെ കരം വെളിപ്പെടുക. ഹോളി സ്പിരിറ്റ്, ഇപ്പോൾ ഞാൻ യേശുവിന്റെ നാമത്തിൽ നിന്ന് കൽപ്പിക്കുന്നു. അപ്പൊ ഏത് ഭവനത്തിന്റെ അകത്താണോ ഈ ചുവന്ന കവർ ആ ഭിത്തിയെ കിടക്കുന്നത്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവ് പറയുന്നു, ഈ പേപ്പറുകളും ഡോക്യുമെന്റുകളും അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, സർട്ടിഫിക്കറ്റുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിന്റെ കരം അവിടെ വെളിപ്പെടുക. അത് ഏത് വീട്ടിലാണ് കിടക്കുന്നത്? അകത്ത മുറിയിലാണ്, വെളിയിലല്ല. അകത്ത മുറിയിലാണ് ഇത് കിടക്കുന്നത്. ഇപ്പോൾ തന്നെ ദൈവം ആ ഭവനത്തിന്റെ അകത്തൊരു സന്ദർശനം വെളിപ്പെടുത്തുക. ലോർഡ് ജീസസ്, ഞാൻ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. മ്യൂട്ട് മാറ്റി ആമേൻ പറഞ്ഞ് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണെങ്കിൽ പറയാൻ വേണ്ടി. എന്റെ വീട്ടിലാണ് ബ്രദറെ. സിസ്റ്ററുടെ ഭവനത്തിൽ കിടക്കുന്നു. അതെ, എന്റെ ഭവനത്തിലുണ്ട്. സിസ്റ്റർ, ഞാൻ ഈ മെയ് മാസം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണുക. മെയ്യും എന്റെ ബർത്ത്ഡേയാ. സിസ്റ്ററുടെ ബർത്ത്ഡേ മെയ് മാസം. അതെ, ഈ കവർ കിടക്കുന്നത് ഈ മുറിയിലാണോ സിസ്റ്ററെ? അതെ അതെ. നിങ്ങളുടെ മുറിയാണോ? ബെഡ്റൂമിൽ അല്ലേ? അതെ അതെ. അവിടെ സിസ്റ്റർ ഞാനൊരു ഫയൽ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റിന്റെ മേൽ ഇങ്ങനെ കർത്താവിന്റെ കരം ഇങ്ങനെ നിൽക്കുക. ഓ യേശുവേ, വലിയൊരു അത്ഭുതം ഈ ഡോക്യുമെന്റുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കാൻ വേണ്ടി പോവാ. സന്തോഷത്തോടെ അത് കൈ നീട്ടി മേടിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. ഇത് റിലീസ് ചെയ്യുക. ചാടി പിടിച്ചു യേശുവിന്റെ നാമത്തിൽ. ദുഷ്ടന്റെ ആശ നശിക്കും, അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പ ഏറ്റെടുത്തു. വലിയ പ്രവൃത്തിയെ കർത്താവ് ചെയ്യും കേട്ടോ. ലോർഡ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സിസ്റ്റർ, ഇപ്പൊ ആരാ അത് കമന്റ് ചെയ്തേക്ക? ഞാൻ ഇപ്പൊ ഒരു കണ്ടല്ലോ, ജയ എന്നുള്ള പേര്, അവളുടെ വർക്ക് പ്ലേസിൽ എന്തുവാ അത് 14 നിലയിൽ നിന്നാണോ? ആരാ അത് കമന്റ് ചെയ്തേക്കുന്നത്? മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന സാഹചര്യമാണോ? ഇവർ കമന്റ് ഞാൻ കണ്ടു. ലാവ LS എന്ന് പറഞ്ഞൊരു പേരാ ഞാൻ കാണുന്നത്. മ്യൂട്ട് മാറ്റാൻ പറ്റുവാണോ? കുടുംബത്തിന്റെ അകത്ത് ഉണ്ടോ? എന്റെ പേര് പ്രിയ എന്ന പേര്. മകളുടെ പേര് ജയലക്ഷ്മി. അപ്പൊ അവള് വർക്ക് ചെയ്യുന്ന ബിൽഡിംഗ് 14 നിലയാണ്. 14 എന്നുള്ള നമ്പർ അതാണോ? നിലയാണോ? അത് നമ്പരാണോ? 14 നിലയാണ് അവരെ ബിൽഡിംഗ് നിൽക്കുന്നത്. ജയ ലക്ഷ്മി എന്നല്ല, പക്ഷെ ജയ എന്നാ വിളിക്കുന്ന മോളെ. ചിലവര് ജയാന്ന് വിളിക്കും, ചിലവര് ലച്ചു എന്ന് വിളിക്കും. ഓക്കെ, ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് നമുക്ക് അറിയത്തില്ല വിളിപ്പേരാണോ ഒറിജിനൽ പേര്. ജയ 14 കാണിച്ചോണ്ടിരിക്കുവായിരുന്നു. മോൾ അവിടെയാണോ വർക്ക് ചെയ്യുന്നത്? അതെ അതെ, മരുതമല. യേശുവിന്റെ നാമത്തിൽ എനിക്ക് അറിയത്തില്ല. അതാ ചോദിച്ചത്. 14 എന്നുള്ള നമ്പർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അതാ ചോദിച്ചത്, ഞാൻ ചോദിച്ചത്. ഇന്ന് കർത്താവ് അവിടെ വെച്ച് ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോവാ. കർത്താവെ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോ ദൈവമേ അങ്ങ് മാനിക്കുന്ന ദൈവമാണല്ലോ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്ന ആമയം പറഞ്ഞതിനെ പിടിച്ച് യേശുവെ ദുഷ്ടന്റെ ആശകൾ നശിക്കുകയാണ്. അവൻ പല്ല് കടിച്ചുരുകി ആമയം പറഞ്ഞ് അത്ഭുതത്തെ സ്വീകരിച്ച് യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ സാക്ഷ്യം ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുക തന്നെ ചെയ്യും. ഇന്ന് കേട്ടതുപോലെ ആത്മാവിൽ വിതയ്ക്കുന്നപ്പ ആത്മാവിൽ കൊയ്യും. ഓ യേശുവേ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് അനുഗ്രഹിക്കുന്നു. പറയാൻ വേണ്ടിയാണോ സിസ്റ്റർ വന്നത്? ബ്രദറെ രമ്യയാണേ. ബ്രദർ ഇപ്പൊ ജയ എന്ന് പറഞ്ഞില്ലേ ബ്രദർ? ഇന്ന് തന്നെ 3 പേര് പറഞ്ഞായിരുന്നു. ഒന്ന് സുബി എന്ന് പറഞ്ഞു. സുബി എന്റെ കൂടെ പഠിച്ച കുട്ടിയാണ്. അവളുടെ ബ്രദർ ആണ് ഈ സിബി എന്ന് പറയുന്നത്. അവളുടെ അമ്മയാണ് ജയ. ഇവർ 3 ഒരു വീട്ടിലുള്ളവരാ. സിസ്റ്റർ 14 എന്നൊരു നമ്പർ ഞാൻ കാണിച്ചു, അതാണ് ഞാൻ എടുത്ത് ചോദിച്ചത്. നമ്പറിന്റെ കാര്യം അറിയില്ല, പക്ഷെ അത് ചോദിക്കണേ. അതാ നമ്പർ ഞാൻ എടുത്ത് ചോദിച്ചത്, അതുകൊണ്ടാ കേട്ടോ. ഗോഡ് ബ്ലെസ് യു.
അടയാളങ്ങൾ എപ്പോഴും നമുക്കൊരു കൺഫർമേഷൻ കേട്ടോ. ഓരോ ചിലപ്പോൾ ഒരു പേര് വെളിപ്പെടുമ്പോൾ ഈ പേര് ഒത്തിരി കാണും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, കുടുംബത്തിന്റെ അകത്ത് ചുമന്ന കളറിലെ ഒരു കവർ കണ്ടു. അപ്പൊ നിങ്ങൾ പറയും ബ്രദർ എല്ലാ വീട്ടിലും ചുമന്ന കൂട് കാണത്തില്ല. എന്നാൽ കർത്താവ് പറഞ്ഞു അതിന്റെ അകത്ത് മെയ് മാസമുള്ള ഒരു വ്യക്തിയെ കർത്താവ് കൺഫർമേഷൻ. അപ്പൊ അവർ പറഞ്ഞു എന്റെ വീടാണ്, അതെന്റെയാണ് എന്ന് പറയുന്നത്. കൺഫർമേഷൻ, അടയാളങ്ങൾ എപ്പോഴും നമുക്ക് കൺഫർമേഷൻ ആണ്, എപ്പോഴും നമ്മളെ ഉറപ്പിക്കണം. അതുകൊണ്ട് നിങ്ങൾ അടയാളങ്ങൾ വളരെ ശ്രദ്ധിക്കുക. നിങ്ങളുമായിട്ട് അതിന് ബന്ധം, അടയാളം എപ്പോഴും ബൈബിളിലുണ്ട്. ഗിദെയോൻ ദൈവത്തോട് അടയാളം ചോദിച്ചു. ദൈവം അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ദൈവമാണ്. ലോർഡ് ജീസസ്. നമ്മൾ ഒരിക്കലും ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കുമല്ല, പകരം എൻ്റെ വിശ്വാസത്തിൽ അല്ലെങ്കിൽ എന്നെ സ്പിരിച്വലി ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ദൈവം അടയാളം വെളിപ്പെടുത്തുന്നത്. ബറിയോനോ ഷീമോനെ എന്ന് വിളിക്കുന്നത് പോലെ, അതിനെയല്ല നീ അത്തിയുടെ ചൂട്ടിരിക്കുമ്പോഴാണ് ഞാൻ നിന്നെ കണ്ടത് കേട്ടോ. അതേപോലെ കർത്താവ് ചില അടയാളങ്ങൾ നമ്മോട് സംസാരിക്കും. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ എന്നോടൊന്ന് സംസാരിക്കണമേ. എല്ലാവരും പ്രാർത്ഥിച്ച് യേശുവേ അങ്ങയുടെ കൃപ എന്റെ ജീവിതത്തിൽ വ്യാപരിക്കും. ആരും മ്യൂട്ട് മാറ്റണ്ട പ്രാർത്ഥിക്കുമ്പോ, സൗണ്ട് ക്ലാഷ് ആയി. ബ്രദറെ ഒരു കാര്യം ചോദിക്കട്ടെ? ആ ഹലോ ബ്രദറെ, ഇന്ന് നമ്മള് ഈ മറ്റേ ഇവിടെ കൽപ്പറ്റ എന്താണ് വയനാട് ഒരു ദുരന്തം, ഇന്ന് മണ്ണിടിച്ചില്. അയ്യോ സിസ്റ്റർ, തീർച്ചയായിട്ടും ഞാനത് പ്രാർത്ഥിക്കുകയും ചെയ്ത് കണ്ടപ്പോ എനിക്ക് വലിയ സങ്കടം തോന്നി. ഞാനത് ഞാനൊരു കാര്യം പറയട്ടെ. അത് ഞാൻ ഈ കഴിഞ്ഞ ശനിയാഴ്ച നമ്മള് വെളുപ്പിന് അന്യഭാഷ പ്രാർത്ഥിക്കൂലേ? അപ്പൊ പ്രാർത്ഥിക്കാൻ നേരത്ത് പ്രാർത്ഥിച്ച് കിടന്നു കഴിഞ്ഞപ്പോ ഒരു ഇച്ചിരി കഴിഞ്ഞപ്പോ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു കാഴ്ചയാണ് കണ്ടത്. കാഴ്ച എന്ന് പറഞ്ഞാൽ അടിച്ച് മിന്നിച്ച് ഒരു കാറ്റ് വന്ന് ഒറ്റ മിനിറ്റ് കൊണ്ട് അതിങ്ങനെ വെള്ളം അടിച്ചു പോണ പോലെ ഞാൻ കണ്ടായിരുന്നു ബ്രദർ. അത്രയും എനിക്ക് ഭയങ്കര പേടിയായി. അയ്യോ സിസ്റ്റർ, അങ്ങനെയുള്ളപ്പം അത് സിസ്റ്റർ എന്നോട് ഷെയർ ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള ദർശനങ്ങൾ കാണുമ്പോൾ ചില ദുരന്തങ്ങൾ, നമ്മളൊരു കാര്യം ഓർത്തോണം. ഞാനത് കണ്ടപ്പോൾ എനിക്ക് വലിയ ഭാരം തോന്നി. നിങ്ങളായിരിക്കുന്ന ദേശത്തിന് വേണ്ടി സഹോദരങ്ങളെ നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണവേ. നിങ്ങൾ ഓർക്കും ഞാൻ ഈ പഞ്ചായത്തിൽ ഏതെങ്കിലും ഒരു മൂല അല്ല പറയുന്നത്. നിങ്ങളുടെ ദൈവം ആ ദേശം തന്നിരിക്കുക. സഹോദരി അന്യഭാഷാ പ്രാർത്ഥനയിൽ എനിക്കൊരു ഒത്തിരി ആൾക്കാരുടെ സ്പിരിച്വൽ ഐസ് തുറന്നവരുണ്ട്, ആത്മീയ ചെവി തുറന്നവരുണ്ട്. ഇപ്പൊ സഹോദരി പറഞ്ഞ ദർശനം കണ്ടോ, അന്യഭാഷ പറഞ്ഞ് കടന്നപ്പോൾ ദർശനം കണ്ടു. കാര്യം നമുക്കറിയത്തില്ല, അന്യഭാഷയ്ക്കകത്ത് നമുക്ക് സ്പിരിച്വൽ എഡിഫിക്കേഷൻ ഉണ്ടാകുക, പരിശുദ്ധാത്മാവിന്റെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആകുന്നതാ. അപ്പം ഈ ദേശങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പറഞ്ഞ്, ഞാൻ എപ്പോഴും ഞാൻ ആയിരിക്കുന്ന പട്ടണത്തെ അനുഗ്രഹിക്കും. പ്രത്യേകിച്ച് ദൈവം എന്നെ ആക്കി വെച്ച രാജ്യത്തെ ദൈവം എനിക്ക് തന്നിരിക്കുക. എൻ്റെ അയൽവക്കത്തൊക്കെ നമ്മൾ അനുഗ്രഹിക്കണം, അവരെ അവകാശം പറയണം. കാര്യം നമ്മൾ നിമിത്തം യഹോവ പട്ടണത്തെ നശിപ്പിക്കത്തില്ല. പേര് നിങ്ങൾ വയനാടുള്ളവരായിക്കോട്ടെ, നിങ്ങൾ കേരളത്തിൽ ലോകത്തിന്റെ ഏത് കോണുള്ളവരായിക്കോട്ടെ, നിങ്ങൾ അവിടെ നിന്ന് കർത്താവ് ഈ ദേശം കർത്താവ് എന്നെ ആക്കി വെച്ചതാണ്. സഹോദരി, ഇനി ആര് ദർശനം കണ്ടാലും, പ്രത്യേകിച്ച് അങ്ങനെ ദർശനം കാണുമ്പം നിങ്ങളത് പേര് തന്നെ പറഞ്ഞ ബ്രദറെ, ആ സ്ഥലത്തിന്റെ പേര് തന്നെ എന്റെ വായിൽ വന്നത്. അപ്പൊ ഞാൻ ഓർത്ത് ഞാൻ ഈ പേര് തന്നെ വന്നേന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നിട്ട് എനിക്കൊരു പ്രാർത്ഥിക്കണ ഒരു കൂട്ടുകാരത്തി ഉണ്ട്. അപ്പൊ ഞാൻ പുള്ളിക്കാരത്തിനോട് പറഞ്ഞു. ആ പുള്ളിക്കാരത്തി പറഞ്ഞു, ചേച്ചി അത് പ്രാർത്ഥിക്കണം, എന്തോ ഒരു ഇത് വന്നതാണ്, അപ്പൊ അതിനു വേണ്ടി പ്രത്യേകം ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി അത് ആത്മാവിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. കണ്ടോ, നമ്മൾ അതിനെ പ്രാർത്ഥിച്ച് ബന്ധിക്കുകയും ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, നമ്മൾ സാധാരണ പ്രാർത്ഥനയല്ല ചെയ്യേണ്ടത്. ഒരു അനർത്ഥം ദൈവം വെളിപ്പെടുത്തുമ്പോൾ, ഇനി ശ്രദ്ധിച്ചോണം നിങ്ങൾ, കർത്താവ് ഞാൻ യേശുവിന്റെ നാമത്തിൽ അനർത്ഥം കൊണ്ടുവരാൻ നോക്കുന്ന പിശാചിന്റെ സകല പ്രവൃത്തികളെയും നമ്മളതിനെ ബന്ധിക്കണം. കാര്യം സൂര്യ നീ നിൽക്കുക, ചന്ദ്ര നീ അയ്യാൻ താഴ്വരെ നിൽക്കുക എന്ന് യോശുവ പറഞ്ഞപ്പോ പ്രപഞ്ചം നിന്നു. കണ്ടോ, അതിന്റെ പ്രവൃത്തികളെ നിർത്തിച്ചവിടെ. അപ്പൊ അതേപോലെ നിങ്ങൾ അധികാരം ഉപയോഗിച്ച് വേണം അതിനെ ബ്രേക്ക് ചെയ്യാൻ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അഭിഷേകം, അധികാരം, ഇത് രണ്ട് ശ്രദ്ധിച്ചോണേ. ഒരു വെളിപ്പാട് കാണുമ്പോൾ, ഞാനിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം വെളിപ്പെടുത്തുമ്പോൾ ഞാൻ എന്ത് ചെയ്യാറുണ്ട്, ആ പിശാചിന്റെ പ്രവൃത്തിയെ ബന്ധിക്കാറ് കണ്ടിട്ടുണ്ടോ? കാര്യം അറിയാം, അത് വെളിപ്പെടുക മാത്രം പോരാ, ആ വെളിപ്പെടുത്തുന്നതിനെ ബന്ധിക്കണം. എന്നാലേ ഉള്ള പ്രവൃത്തി നിങ്ങൾ ഇത് വിട്ടുമാറത്തുള്ളൂ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഇനി ഇതുപോലെ ദർശനം കാണുമ്പോൾ എഴുതി വെച്ച് ഉറക്കെ പ്രാർത്ഥിക്കണം. അത് നിങ്ങൾ അറിയിക്കണം പ്രാർത്ഥിക്കാൻ വേണ്ടി കേട്ടോ. എല്ലാവരും ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ ഞാനതാ പറഞ്ഞത്, അന്യഭാഷ പ്രാർത്ഥിക്കുന്നവർ ശരിക്കും ശ്രദ്ധിക്കണം. നിങ്ങളുടെ അകത്ത് നമ്മൾ ഇത്രയും എനിക്ക് 3-4 മാസമായിട്ട് നിർത്താതെ അന്യഭാഷയല്ലേ? എത്ര നാളിപ്പോ തുടങ്ങിയിട്ട്? 3-5 ആയിരുന്നു അല്ലേ? നമ്മുടെ എന്ന് തുടങ്ങി നമ്മൾ പ്രാർത്ഥന? ഏപ്രിൽ മാസം അല്ലേ? അല്ല, നമ്മുടെ മാർച്ച് മാസം അല്ല, മാർച്ച് അല്ല, ജൂൺ, ജൂലൈ, ഫെബ്രുവരി മാസം നമ്മൾ ആരംഭിച്ച പ്രാർത്ഥന. ഫെബ്രുവരി നമ്മൾ ആരംഭിച്ച പ്രാർത്ഥനയാണ്. അതായത് നമ്മുടെ വെല്ലി മീറ്റിംഗിന് മുമ്പ് നമ്മൾ തുടങ്ങിയ പ്രാർത്ഥനയാണ്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ. അപ്പൊ ഈ 6 മാസമായിട്ട് എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ സമയം 3 മണിക്ക് നമ്മൾ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുക.
അതുകൂടാതെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 8 മണിക്ക് നമ്മൾ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഇത്രയും നാൾ അന്യഭാഷ പ്രാർത്ഥിച്ചപ്പോൾ നിന്നെ സംബന്ധിച്ചറിയാവോ, നിങ്ങളുടെ അകത്ത മനുഷ്യൻ ശക്തിപ്പെട്ടു, നിങ്ങളുടെ ഇന്നർമാൻ ബലപ്പെട്ടു, ദൈവത്തിൽ നിന്ന് കേൾക്കാൻ പറ്റും, ദൈവത്തിൽ നിന്ന് കാണാൻ പറ്റും, ആത്മലോകത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കേട്ടോ, ഇപ്പൊ 8 മാസമുള്ള ചെറിയ കണക്കല്ലത്. തുടർമാനമായി പ്രാർത്ഥിക്കുന്നവരെ നിങ്ങളെ കർത്താവ് പിടിച്ച് വലിക്കുക. കേട്ടോ, നിങ്ങളെ കർത്താവ് പിടിച്ചു നിർത്തുക. കാര്യം ഇത്രയൊന്നും ആരും എനിക്ക് അറിയത്തില്ല കണ്ടിന്യൂസ് ഒന്നും പ്രാർത്ഥിക്കുമായിരിക്കും. ചിലരിപ്പം ചർച്ചകളിൽ ഉപവാസം വരുന്ന സമയത്ത് ചിലപ്പം ആ കുറച്ച് ദിവസം പ്രാർത്ഥിക്കുമായിരിക്കും. അത് ചെറിയ കാര്യമല്ല. എന്നാൽ പോലും ഇത്രയും മാസങ്ങൾ നമ്മളിപ്പോൾ തുറന്നു, വലിയ കൃപയാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് ഭയങ്കര ഒരു ശക്തി തന്നുകൊണ്ട് മാത്രമല്ലേ നമുക്ക് പറ്റത്തില്ല പറയാം. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ശക്തി കൊണ്ട് അപ്പോസ്തലന്മാര് പോലും കടന്നുറങ്ങിപ്പോയി. അപ്പം നമുക്ക് കിട്ടിയതിന്റെ കാര്യം ദൈവത്തിന്റെ കൃപയാണ്, ബലമാണ്. ഗോഡ് ബ്ലസ് യു. ഇതുപോലെ ദർശനം കാണുന്നവര് പ്രാർത്ഥിക്കണം, അതിനെ വെട്ടി പ്രാർത്ഥിക്കണം. അത് വലിയൊരു ദുരിതമാണ്. നമുക്കൊരു വാക്കൊന്ന് പ്രാർത്ഥിക്കും. കർത്താവ്, ഞാനത് ഓൾറെഡി കണ്ടപ്പോൾ എന്താ മനസ്സിൽ കർത്താവ് ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന അപ്പൊ യേശുവേ മണ്ണടിച്ചിൽ ആർക്കും അനർത്ഥം വരാതെ കരുമേ, ദുരിതങ്ങൾ ഇനി ദേശത്തിന്റെ മേൽ സംഭവിക്കാതെ, ദുരിതങ്ങൾ വിതയ്ക്കാതെ സഭ ഉണരട്ടെ. അനേകർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുക എന്ന് കർത്താവിന്റെ വചനം പറഞ്ഞതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ ആപത്തനർത്ഥമുള്ള കർത്താവെ, അത് മുൻകൂട്ടി കാണുവാൻ, അതിനെ വെട്ടിമാറ്റുവാനുമുള്ള ആ എബിലിറ്റി ഞങ്ങളിൽ ഉണ്ടല്ലോ അപ്പ. അത് ജ്വലിച്ചതിന് നന്ദി പറയുന്നപ്പ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ലോസ് പറ്റാഫറാസിയ. എല്ലാവരും പ്രാർത്ഥിച്ച് യേശുവെ. അപ്പൊ ഈ ദിവസങ്ങളിൽ ഞാൻ ദേശങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥന, കഴിഞ്ഞ ദിവസം നമ്മൾ UK ഞങ്ങൾ ഹേസ്റ്റിങ്സിന്റെ അകത്തിരുന്ന് പ്രാർത്ഥിച്ചായിരുന്നു. നമ്മളത് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചായിരുന്നു ആ ഹോളില്. അതുപോലെ അങ്ങനെ ഒരു നിയോഗം ദൈവം തന്നതുകൊണ്ടാണ് ദേശത്തിൻ്റെ അകത്തിരുന്ന് പ്രാർത്ഥിക്കാൻ ദൈവം കാണിച്ചു. ആ ദേശത്തിൻ്റെ അകത്ത് വിതയ്ക്കുകയാണ് നമ്മൾ ഈ ദിവസം. വരുന്ന ദിവസങ്ങളിൽ പിന്നെയും നമ്മൾ ഇരിക്കുന്നുണ്ട്. 2 മണിക്കൂറോളം നമ്മൾ അന്യഭാഷ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. 2 മണിക്കൂറോളം. അത് വലിയ കാര്യമാണ്. ആ ഹോളിൽ പ്രാർത്ഥനയുടെ അന്തരീക്ഷം നഷ്ടപ്പെട്ടു പോയ സ്ഥലത്ത് പിന്നെയും പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മളെ കൊണ്ടുപോയി. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ, അങ്ങ് ജനത്തെ തൊടുന്നല്ലപ്പ, അങ്ങ് ജനത്തെ സ്പർശിക്കുന്നല്ലപ്പ. ഓ എൻ്റെ യേശു, ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് വെക്കാവോ. ആ വേദനയുള്ള ഭാഗത്തും രോഗമുള്ള ഭാഗത്തും കൈയെടുത്ത് വെക്കാവോ. പ്രാർത്ഥന വിഷയമല്ല, കൈവച്ച് ആ വേദനയുള്ളത്, രോഗമുള്ളവർ, ഇനി രോഗികൾ അടുത്തുള്ളവർ, അവരുടെ എല്ലാം കൈയെടുത്ത് വെച്ച് യേശുവിൻ്റെ നാമത്തിൽ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ, ഓ യേശുവെ, ഇപ്പോൾ തന്നെ കർത്താവെ, ഞങ്ങളുടെ രക്തത്താലുള്ള ജയം, ആ രോഗശക്തി ഇപ്പോൾ അഴിഞ്ഞു മാറുകയാണ്. ഓ ഫറാമക്കസന്റാല, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഏപ്രിൽ മാസത്തിൻ്റെ അകത്ത് 6-ാം മാസത്തിൽ ജനിച്ച വ്യക്തിയെ കർത്താവ് ഇന്ന് തൊടുക. ഏപ്രിൽ മാസം 6-ാം തീയതി ജനിച്ച വ്യക്തിയെ ദൈവം തൊടുക. ആ കുടുംബത്തിൻ്റെ അകത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പം 2006 മുതൽ നിന്ന ഒരു പ്രതിസന്ധി ഇന്ന് അവിടുന്ന് പടിയിറങ്ങുക. ഏപ്രിൽ മാസം 6-ാം തീയതി ജനിച്ച വ്യക്തിയുടെ ഭവനം ഏതാണോ 2006 മുതൽ നിന്ന് പ്രതിസന്ധി ഇപ്പൊ ഇറങ്ങുക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്നു. ഒരറിയിപ്പ് ഞാൻ പറഞ്ഞോട്ടെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്. നമ്മുടെ ഡെലിവറൻസ് മീറ്റിംഗ് ഈ ആഴ്ച വെള്ളിയാഴ്ചയാണ്, ഫ്രൈഡേ ആണ് നമ്മുടെ ഡെലിവറൻസ് മീറ്റിംഗ്. അപ്പം ഫ്രൈഡേ നമുക്ക് ഡെലിവറൻസ് മീറ്റിംഗ് ആണ്. ശനിയാഴ്ച നമുക്ക് വുമൺസ് മീറ്റിംഗ് ഉണ്ട്. സെയിം ടൈമാണ്, 1 മണി UK ടൈം, 1 മണി ഇന്ത്യൻ സമയം, 6 മണിക്കാണ്, 6:30ക്കാണ്. അത് ഓർപ്പിക്കുന്നു. വുമൺസ് മീറ്റിംഗ് 6:30ക്കും. ഫ്രൈഡേ നമുക്ക് ഡെലിവറൻസ് മീറ്റിംഗുമാണ് കർത്താവ്. അപ്പം അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാൻ രോഗികളായിട്ടുള്ളവരെയും അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഉള്ളവരോട് പറയുന്നു, നിങ്ങളത് കയറുക, ദൈവം സംസാരിക്കും, ദൈവം ഇടപെടും. ആർക്കെങ്കിലും ഒക്കെ ലിങ്ക് അയച്ചു കൊടുക്കുക, അവർ ഇൻവൈറ്റ് ചെയ്യുക. ഒന്നും പറയണ്ട, അവരുടെ ഡീറ്റെയിൽസ് ഒന്നും പറയണ്ട. ഒരു കാര്യം, പിന്നെ പേര് പോലും ശരിക്കിടണമെന്ന് പറഞ്ഞേക്ക്. പേര് തെറ്റിച്ചിടാം, നിങ്ങൾക്ക് നമ്പർ ഇടാം. പേരിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. ഇനിയിപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ചില പേര് വെളിപ്പെട്ട് കഴിയുമ്പോഴേക്കും അത് ബ്രദർ നോക്കി പറഞ്ഞാന്ന് പറയണ്ട. എങ്ങനെ വേണ്ടിട്ടോളം പറ, കർത്താവ് സംസാരിക്കും. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഓസ് പറ്റല ഫറിയ തിരിക മസായിക്കന ഹസ്തി. കൈവച്ച് എന്റെ ഗ്രാൻഡ് ഡോട്ടർ ഏപ്രിൽ 6 ആണ് ജനിച്ചിരിക്കുന്നത്. 2006 അവള് അവിടെ 2006 മെയ് 6. 2006 ഏപ്രിൽ 6 ആണോ? അതെ, ഏപ്രിൽ 6. 2006 ആണ്, ഏപ്രിൽ 6 ആണ്. ഏപ്രിൽ 6. ആ മകള് ജനിച്ച അന്നും എന്റെ ഉള്ളത് 2006 മുതല്
ആ പ്രതിസന്ധി അവിടെ നിന്ന്. അപ്പൊ ആ മോള് ജനിച്ച സമയം മുതൽ കയറി കൂടി പോകുന്നത്. കർത്താവ് എത്ര ആക്യുറേറ്റാ. April 6, 2006 അല്ലേ സിസ്റ്ററെ? അതെ അതെ. ഈ കാര്യം വല്ല എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല ഇല്ല ഇല്ല. കർത്താവ് ഇന്ന് ആ മകള് ജനിച്ചപ്പോ മുതല് ആ ഭവനത്തിന്റെ അകത്ത് കയറി കൂടിയ ഒരു പ്രതികൂലം നമ്മൾ മറഞ്ഞിരിക്കുവായിരുന്നത് ഇന്നത് വേരോടെ ഇറങ്ങുക കേട്ടോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ പറഞ്ഞ് പിടിച്ച് ആ കുടുംബത്തിന്റെ അകത്തൊരു യഥാസ്ഥാനം റീസ്റ്റോറേഷൻ നടക്കുക ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ചിലരുടെ സ്വഭാവം മാറും കേട്ടോ, ചിലരുടെ സ്വഭാവം മാറും. നമ്മൾ അതിശയിക്കും, എന്തുവാ ആ ദുരാത്മ ശക്തിയുടെ പ്രവൃത്തി വിട്ടുപോകുമ്പോൾ ആള് മാറിയവരെ പോലെ ആകും. എന്റെ യേശുവേ, ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവനെ, മഹത്വമെല്ലാം അങ്ങേക്കുള്ളത് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. രോഗികൾ കൈവച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ ആ രോഗബന്ധനം ഇപ്പൊ അഴിയുക കേട്ടോ, ആ രോഗശക്തി ഇപ്പൊ അഴിയുക കേട്ടോ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഓ കർത്താവെ, ഞങ്ങളുടെ ശക്തിയുടെ വ്യാപാരം കൈവച്ച് ഇന്ന് പെടലി വേദന, നടുവേദന, കാല് വേദന, കിഡ്നിയുടെ ബുദ്ധിമുട്ട്, ഹാർട്ടിന്റെ പ്രോബ്ലം, ബ്ലഡിലെ പ്രഷർ, ഷുഗർ, ഡയബറ്റിക് എല്ലാം നോർമലാകിയ യേശുവിന്റെ നാമത്തിൽ. വേദന കൊണ്ട് പൊളയുന്നവരെ കൈയെടുത്ത് വെച്ച് ഇന്ന് രോഗത്തെ ഇറങ്ങടാന്ന് പറ. യേശു അതിൽ പിശാചിനെ ഇറങ്ങുക, നിന്റെ സകല പ്രവൃത്തിയും ഇറക്കി വിടുന്നപ്പ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കാനാണ് യേശു ഞങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നത്. കർത്താവ് ഞങ്ങൾക്ക് അധികാരം തന്നപ്പ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ. ആ രോഗത്തെ ചവിട്ടുവാണ്, വേദനയെ ചവിട്ടുവാണ്, ആ ബുദ്ധിമുട്ടിനെ ചവിട്ടുകയാണ്. അതിനെ ഞങ്ങൾ ചവിട്ടി മെതിക്കുന്നപ്പ ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരത്തില്ലപ്പ. ആ ദുരാത്മാവിനോട് ഇറങ്ങാൻ കൽപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ നിന്റെ മേൽ തീ കത്തിക്കുന്നപ്പ, രോഗത്തിന്റെ മേൽ തീ കത്തിക്കുന്നപ്പ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വേരോടെ അതിനെ പിഴുതെടുക്കുക, വേരോടെ പിഴുതെടുക്കുക. ഹീലിംഗ് പവർ മൂവ് ചെയ്യുക, സൗഖ്യമാക്കുന്ന ദൈവത്തിന് കാര്യം. യേശുവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോപ്പ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ശക്തി ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോപ്പ. അങ്ങയ്ക്ക് മഹത്വമാണപ്പ. ഇന്ന് രോഗസൗഖ്യത്തിലൂടെ ദൈവമേ അങ്ങയ്ക്ക് മഹത്വം തരുന്നപ്പ. ഇപ്പോൾ തന്നെ ഇൻസ്റ്റന്റ് ക്രിയേറ്റീവ് മിറക്കിൾ ഉണ്ടാവുക. വേദന പോവുക. ഇപ്പൊ നിങ്ങൾ ഗുഡ് ബൈ പറഞ്ഞു പോകുക, രോഗം ഗുഡ് ബൈ പറഞ്ഞു പോകുക. ഓടിപ്പോയി ചെക്ക് ചെയ്യണ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പോ healing power is moving, healing power is moving, healing power is moving in the name of Jesus Christ. Rasofanahasthenariyandiri, healing in the name of Jesus. Amen. പ്രിയരെ, പെട്ടെന്ന് ചെക്ക് ചെയ്തേ. ഒരു നിമിഷം ചെക്ക് ചെയ്യുന്നിട്ട് ഒരു നിമിഷം ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ച മക്കളെ ഒന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചോട്ടെ. അതിനു മുമ്പായിട്ട് സാമ്പത്തിക കുരുക്കിന്റെ അകത്ത് കിടക്കുന്നവർ ശ്രദ്ധിച്ച് സാക്ഷ്യം പറയാനുള്ളവർ പറഞ്ഞിട്ട് പോലെ സാമ്പത്തിക കുരുക്കിൽ കിടക്കുന്നവർ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. കർത്താവ് ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ, അവരുടെ വിതകളെ അനുഗ്രഹിക്കുന്നപ്പ, വാരി വിതറുമുള്ള നന്മയ്ക്ക് അപ്പൊ വായ്പ മേടിക്കത്തില്ല. കർത്താവ് വിതച്ച മക്കളെ അനുഗ്രഹിക്കുമ്പോൾ അവരുടെ സമ്പത്തിനെ അനുഗ്രഹിക്കുന്നു, അവരുടെ വരുമാന മാർഗം വർദ്ധിക്കും, എടുക്കും തോറും വർദ്ധിക്കും, വാരി വിതറി കൊടുക്കും, വായ്പ മേടിക്കത്തില്ല. ഞാൻ ബ്ലസ് ചെയ്യുന്ന. അതുപോലെ തന്നെ ഞെരുക്കത്തിരിക്കുന്നവരെ മിറക്കിൾ മണി കൽപ്പിക്കുക. എല്ലാ ദിവസവും മിറക്കിൾ മണി പറയണം. ആകാശത്തിന്റെ കിളി വാതിൽ തുറന്ന് ദൈവം എനിക്ക് സ്ഥലം പോരാതെ എന്നെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ഞാൻ വായ്പ മേടിക്കത്തില്ല. ദിവസവും വിതയ്ക്കുക, ആത്മാവിൽ വിതയ്ക്കുക, ആത്മാവിൽ കൊയ്യും. ആമേൻ. സാക്ഷ്യമുള്ളവര് പെട്ടെന്ന് മ്യൂട്ട് മാറ്റി പറയാവോ? സാക്ഷ്യമുള്ളവര്. ബ്രദറെ, ഞാൻ കവറില് മുറിക്കകത്തിരിക്കുന്നുണ്ട് ഫയലെന്ന് പറഞ്ഞത്. എന്റെ ഭർത്താവും മെയിലാ ജനിച്ചത്. അപ്പൊ അതിൽ ബൈപ്പാസ് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു അറ്റാക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ബൈപ്പാസ് പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിക്കും. കൈവച്ച് വർഷ കൽപ്പിച്ചോണം. സർജറി ഇല്ലാതെ തന്നെ അത്ഭുതമായി തീരുന്നവർ കേട്ടോ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്തയാൾ. പ്രൈസ് ദി ലോർഡ് ബ്രദറെ. പിന്നെ ബ്രദർ ഒരു 3-4 മാസത്തിന് മുമ്പ് ഒരു ആലോചന പറഞ്ഞിരുന്നു. അകത്തെ മുറിയില് അലമാരിയില്, അതായത് ഷെൽഫ് പോലുള്ള അലമാരിയില് ചുരുണ്ടതായിട്ട് ഒരെണ്ണം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇപ്പുറത്തെ മുറിയിലിരിക്കുമായിരുന്നു. മരുമോളാണ് ആ മുറിയിലുള്ളത്. രാത്രി കണ്ട് അടച്ചിട്ടിരിക്കുമായിരുന്നു. അപ്പൊ എന്താ സംഭവം എനിക്കറിയാം, അവിടെ എന്തോ ഇരിപ്പുണ്ടെന്നറിയാം. എന്തോന്ന് പിന്നെ ശ്രദ്ധിച്ചതുമില്ല, ഞാൻ പറഞ്ഞതുമില്ല. അപ്പം ദൈവം വലിയ പ്രവൃത്തി ചെയ്തു, വിശ്വസിക്കാനാവുന്നില്ല. ഇന്ന് പിന്നെ മോള് ഈ വരുന്ന ശനിയാഴ്ച മോൻ്റെ അടുത്ത് ദുബായിൽ പോകാനായിട്ട് ഞാൻ ബുക്കിംഗ് ആയി. അപ്പം ഇന്ന് പെട്ടിയൊക്കെ എടുത്ത് കൊടുക്കാനായിട്ട് എടുത്തപ്പം ചുരുണ്ടായിട്ടിരുന്നത് ഇത് പൊതിയുന്ന റോളായിരുന്നു, ഈ പ്ലാസ്റ്റിക്കിൻ്റെ.
അത് കയ്യിലെടുത്തപ്പോഴാണ് ഞാൻ ബ്രദർ പറഞ്ഞത് ഓർത്തത്. ഈ ചുമന്ന വെള്ള ഈ റോള് പോലുള്ളത് അലമാരി വെച്ചിരിക്കുന്ന വലിയൊരു ദൈവപ്രവൃത്തി ആ റൂമിലിരിക്കുന്ന ആൾക്ക് ദൈവം ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെന്ന്. അത് ഇതായിരുന്നു ബ്രദറെ. അപ്പൊ ശനിയാഴ്ച മോന്റെ അടുത്തോട്ട് പോവുക. ഈ പ്രതിസന്ധിയിൽ ദൈവം ഇങ്ങനെ അത്ഭുതം ചെയ്യുമോന്നാണ്. എത്ര അത്ഭുതം ചെയ്തിരിക്കുന്നു. മോന് വലിയ പ്രയാസത്തിലും പ്രതിസന്ധിയിലുമാണ് ഇന്നും. പക്ഷെ കർത്താവ് മകളെ മോന്റെ അടുത്ത് കൊണ്ട് എത്തിക്കുകയാണ്. അപ്പം ബ്രദറെ അവരെ കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഇത് വലിയൊരു സാക്ഷി പക്ഷേ വേറെ ഒന്നിനും ഭാരപ്പെടേണ്ട. ദൈവാത്മാ നമുക്കോട്ടെ. നിങ്ങൾ സമരം കണ്ടോ? ആ അത്ഭുതം നടന്നു കഴിഞ്ഞ ശേഷം മുറി തുറന്നപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ ഒരു സാധനം അവിടെ ഇരിക്കുന്ന മനസ്സിലായത്. കണ്ടോ? അപ്പൊ കർത്താവ് ആ ഭവനത്തിന്റെ അകത്ത് ദൈവം കണ്ടു. അത് താഴെ പോയപ്പോൾ അവർക്ക് മനസ്സിലായത് ഇങ്ങനെ ഒരു സാധനം അടയാളം അതിന്റെ അകത്ത് ഇരിപ്പുണ്ടായിരുന്നു മനസ്സിലായത്. കണ്ടോ? അപ്പൊ കർത്താവ് എത്രത്തോളം വിശ്വസ്തൻ, അത് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയും ആ നന്മയെ റിലീസ് ചെയ്യുകയും ദൈവം ചെയ്തു. ധൈര്യമായിട്ട് പോകാൻ പറ. ദൈവം അവിടെ രാജ്യത്ത് നന്മ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പറഞ്ഞു. കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. ശില്പയാണ് ബ്രദറെ. എനിക്ക് ഒരു സാക്ഷ്യം പറയാനുള്ളത്, ഞാൻ ഇപ്പൊ കിംസ് ഹോസ്പിറ്റലിൽ ലാബ് ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുവാണ്. എനിക്ക് കഴിഞ്ഞ ദിവസം കുവൈറ്റിലോട്ടുള്ളൊരു എക്സാം ഉണ്ടായിരുന്നു. അപ്പം എക്സാം ദൈവകൃപയാല് എനിക്കത് പാസ്സായി. അത് കാരണം എനിക്കൊരു 10 വർഷം മുൻപ് 2016 നമ്മൾ പാമ്പാടിയിലെ ഒരു വീട്ടില് പ്രാർത്ഥന കൂടിയപ്പോ അന്ന് ദൈവാത്മാവ് ബ്രദറോട് ഇടപെട്ട് എനിക്ക് വിദേശ നന്മയുണ്ട് എന്നുള്ളൊരു വാഗ്ദത്തം എനിക്ക് അന്ന് പറഞ്ഞതാണ്. അത് 10 വർഷം മുന്നാണ്, 2016 അന്നൊരു ഇത് 2026 അത് അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. ദൈവകൃപയാല് അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. അന്ന് 2016 ഞാൻ കോളേജ് ഫസ്റ്റ് ഇയർ പഠിക്കുന്നതേ ഉള്ളൂ. അന്നേരം ലാബിൻ്റെത് ഫസ്റ്റ് ഇയർ പഠിക്കുന്നതേ ഉള്ളൂ. ഈ വർഷം കഴിഞ്ഞ ദിവസമായിരുന്നു എനിക്ക് എക്സാം. അന്ന് ഞാൻ പ്രാർത്ഥനയിൽ അനിൽ ബ്രദറിനും ആൻഡ് സിസ്റ്ററും പിന്നെ അജിത സിസ്റ്റർ എൻ്റെ കുഞ്ഞ് ആൻറ്റിയാണ്, ഞാൻ അവർക്കെല്ലാം പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞിരുന്നു. ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. ദൈവകൃപയാൽ അന്ന് വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസുകൾ തന്നെയാണ് അന്ന് കർത്താവ് എനിക്ക് പറഞ്ഞു തന്നതുപോലെ എല്ലാ ക്വസ്റ്റ്യൻസുകളുമാണ് അന്ന് ആ എക്സാമിന് വന്നത്. എക്സാമിന് പാസ്സായി എന്ന് ഒരു റിപ്പോർട്ട് ചെയ്തു. എക്സാമിന് പാസ്സായി കഴിഞ്ഞിട്ടാണ് അവർ ഇന്റർവ്യൂവിന് വിളിക്കുന്നത്. ഓരോ ഇന്റർവ്യൂ ആയിരുന്നു. ആ ഇന്റർവ്യൂവിന് പോകുന്നതിന് തലേന്ന് ആൻറ്റി കുഞ്ഞ് അജിസിസ്റ്റ് ഞങ്ങൾ എല്ലാവരെയും പ്രാർത്ഥനാ വിഷയം പറഞ്ഞു. എല്ലാവരും ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. ആൻറ്റി പറഞ്ഞു തന്ന വചനം മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 2-ാം വാക്യാണ്. ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴി ഒരുക്കുമെന്നായിരുന്നു. ആ വചനം വെച്ച് പ്രാർത്ഥിച്ചു. അത് ഏറ്റെടുക്കുന്നു. അന്നത്തെ ദിവസം ഇന്റർവ്യൂല് പിറ്റേ ദിവസം ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ ചോദിച്ചത് ദൂതൻ അതിനു മുന്നേ അയച്ചു എന്ന് പൂർണ്ണമായി വിശ്വസിച്ച് അത് ഏറ്റെടുത്ത് ആ ഇന്റർവ്യൂ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ദൈവം തന്ന അനുഗ്രഹത്തെ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റി. അതെനിക്ക് ഇന്നലെ തന്നെ അവർ ഇൻഫോം ചെയ്തു. സെലക്ഷൻ ആയി എന്ന് പറഞ്ഞു. ദൈവനാമത്തിന് മഹത്വം കൊടുക്കുന്നു. എത്ര വലിയ നന്മ പറഞ്ഞാലും മതി വരില്ല. കർത്താവ് ഏറ്റവും അധികം അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. തുടർന്നും പ്രോസസ്സുകൾ ഉണ്ട്. ദൈവം അനുഗ്രഹിച്ചതിന് നന്ദി. 10 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഏറ്റവും അമ്മേൻ എനിക്കറിയില്ല. എനിക്ക് സിസ്റ്റർ കുവൈറ്റിലോട്ടാ പോണല്ലേ? അതെ, തീർച്ചയായിട്ടും ഇത് വലിയൊരു അത്ഭുതമാണ്. സോ 10 വർഷം മുമ്പ് ഒരുമിച്ച് ആ ചെറിയ മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അന്ന് ദൈവം പറഞ്ഞു, അന്ന് ഫസ്റ്റ് ഇയർ പഠിക്കുവാണ്. പക്ഷെ അന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിന്നെ കർത്താവ് വിദേശത്തേക്ക് രാജ്യങ്ങളുടെ നന്മ തരും എന്ന് പറഞ്ഞതുപോലെ തന്നെ 10 വർഷത്തിന് ശേഷം ആ പ്രവചന നിവൃത്തിയിലേക്ക് പ്രിയ മകള് വരുവാൻ ഇടയായിത്തീർന്നു. സിസ്റ്റർ തീർച്ചയായിട്ടും കുവൈറ്റിൽ നമുക്ക് കർത്താവിൽ പ്രയർ സ്റ്റേഷൻ നടക്കുന്നുണ്ട്. ഇനി വരാൻ പോകുന്നത് അതിന്റെ മുന്നോടി കർത്താവ് വിതയ്ക്കുക കേട്ടോ. അതിന്റെ മുന്നോടി നമ്മളെ വിതയ്ക്കും, നമ്മളെ തന്നെ കർത്താവ് വിതയ്ക്കുക. അപ്പൊ അവിടെ ചെല്ലുക. കർത്താവ് നമ്മൾ തരം കുവൈറ്റ് വെച്ച് നമുക്ക് കാണാം. കർത്താവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തിൽ അത് തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന. അപ്പൊ ഒരു തടസ്സവും ഇനി മുന്നോട്ട് നീ ഇടാതെ വണ്ണം എന്ന് പറഞ്ഞ വചനം പോലെ തന്നെ കർത്താവെ ദൂതനെ അയച്ച് കർത്താവ് അത് യാത്ര സഫലമാക്കി നിർമ്മിക്കുന്ന നന്ദി.
യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. നമുക്ക് കർത്താവ് എല്ലാ രാജ്യത്തുള്ളവരെ വരും വർഷങ്ങളിൽ നമുക്ക് ഒരുമിച്ച് കാണാം. കർത്താവ് അതിൽ നിങ്ങൾ ഓരോ രാജ്യത്തും ദൈവം ആക്കി വെച്ചിരിക്കുന്ന രാജ്യത്തിന്റെ കർത്താവിന്റെ വേലക്കാരായിട്ടാണ്. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? എനിക്കൊരു സാക്ഷ്യമുണ്ട്. പറഞ്ഞു. അതെ, നാളെ ഞാൻ അന്യഭാഷ പ്രാർത്ഥിച്ച് 3 മണിക്ക് ഞാൻ അങ്ങനെ എനിക്ക് ഉറക്കം പറഞ്ഞ കാരണം ഞാൻ കയറാറില്ല. അങ്ങനെ എന്നിട്ട് എനിക്ക് കയറി ഉറക്കം വന്നിരുന്നപ്പോ ഞാൻ കണ്ടത് ഇങ്ങനെ എന്റെ ഒരു വായ ഇങ്ങനെ തുറന്നിട്ട് നാക്ക് നീട്ടിയിരിക്കണ കേട്ടാ. അങ്ങനെ ഞാൻ കണ്ടു. എന്റെ നാക്കുമ്മ ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര നാക്കുമ്മ വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് ഇങ്ങനെ എനിക്ക് എന്ത് രോഗം ഉണ്ടെങ്കിലും ഭാഷ പ്രാർത്ഥിച്ച് കഴിയുമ്പോ എനിക്ക് മാറാറുണ്ട്. അപ്പൊ ഇത് 2-3 ദിവസം ഇങ്ങനെ നിന്നപ്പോ ഞാൻ എന്തിട്ട് രോഗമാണാവോന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ കാണും ചെയ്തു. അപ്പൊ ഞാൻ ഇന്ന് പാസ്റ്ററോട് പറഞ്ഞതാണ് അത്. സിസ്റ്റർ കൈവച്ച് പറഞ്ഞാൽ ഒരു രോഗത്തിന് എന്റെ മേൽ അവകാശമില്ല, എന്റെ നാവ് കർത്താവിന്റെ നാവാണ് എന്ന് തന്നെ കൽപ്പിച്ചോണം കേട്ടോ. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ വിടുതൽ സംഭവിച്ചിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ആമേൻ. പറഞ്ഞു. ഞാൻ വേറെ ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയായിരുന്നേ. സുവിശേഷം 12-ാം അധ്യായം അതിലെ 43-45 വാക്യങ്ങളിൽ അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നു? നീരില്ലാത്ത സ്ഥലം അന്വേഷിച്ച് നടന്നു കണ്ടില്ലതാനും പിന്നെ ആ വ്യക്തി അവിടുന്ന് പോയ സ്ഥലത്തേക്ക് തന്നെ മടങ്ങിപ്പോയി അവിടെ ഒഴിഞ്ഞും അടിച്ചും വാരിയും അലങ്കരിച്ചിരിക്കുന്നത് കൊണ്ട് അതിനേക്കാൾ ശക്തിയേറിയ ആത്മാക്കളെയും കൊണ്ട് തിരിച്ചു വന്നെന്ന് പറയുന്നു. അതൊന്ന് ഇന്നലെ തൊട്ട് ഞാൻ അതിന്റെ വിശദമായിട്ടൊന്ന് കേൾക്കാം. സിസ്റ്റർ, നമ്മള് മത്തായിയുടെ സുവിശേഷം എത്രയായിരുന്നു? മത്തായി 10:10 ഞാൻ നമ്മളെ വാക്യം നമ്മൾ ഓൾറെഡി അത് നേരത്തെ ഞാനത് എപ്പോഴും പറയുന്ന വാക്യമാണ്, നമ്മൾ ധ്യാനിച്ചിട്ടുള്ളതാണ്. അതായത് യേശു പറഞ്ഞു, ഒരുവന്റെ മേൽ നിന്നും ഞാൻ ഭൂതങ്ങളെ പുറത്താക്കിയാൽ അത് പിന്നെയും വരും. അല്ലെ? മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിലെ വാക്യമല്ലത്? 12 ഒരുവന്റെ മേൽ നിന്നും കേൾക്കുന്നുണ്ടോ പ്രസാദ്? വരെ കേൾക്കുന്നുണ്ട്. 12:43-45 ഒരുവന്റെ മേലിൽ നിന്ന് ഭൂതങ്ങളെ പുറത്താക്കി നോക്കിയേ, അത് വീണ്ടും നോക്കുന്ന വാക്യമുണ്ടോ? അശുദ്ധാത്മാവെ ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലത്തുകൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. നോക്കിയേ, അപ്പം അവന് കയറിയിരിക്കാൻ പറ്റുന്ന തണുപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയ തണുപ്പാണത്. അത് അന്വേഷിച്ച് നടക്കുക. ഒരുവന്റെ മേലിൽ നിന്നും ഭൂതം വിട്ടുപോയി. അതായത് യേശു അവനെ പുറത്ത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, രോഗം സൗഖ്യമായാലോ ഭൂതം വിട്ടുപോയാലോ നിങ്ങൾ എന്ത് ചെയ്യരുത്? പിന്മാറി പോകരുത്. യേശു ഒരുവൻ എന്നിലും എന്റെ വചനത്തിലും വസിക്കണം. ഇല്ലെങ്കിൽ അടുത്ത വാക്യം പറയുന്നു, അവൻ പുറപ്പെട്ടു പോകുന്ന തന്റെ വീട്ടിലേക്ക് മടങ്ങിച്ചില്ല. അപ്പൊ പിന്നെയും നോക്കും എന്തെങ്കിലും ചാൻസ് ഉണ്ടോ. പൗലോസ് പറഞ്ഞില്ലേ, പിശാചിന് ഇടം കൊടുക്കരുത്. കണ്ടോ, അവൻ തിരിച്ചു നോക്കുമ്പോഴേക്കും നിങ്ങൾ പ്രാർത്ഥനയില്ല, വചനവും ഇല്ല, ആരാധനയില്ല, സൗഖ്യമൊക്കെ നടന്നു, പിന്നെ പറയാം സമയമില്ല, തിരക്കാ. കണ്ടോ, ചിലർ കണ്ടിട്ടില്ല അങ്ങനെ. സൗഖ്യം കിട്ടും, പിന്നെ ആ വഴിക്ക് വരത്തേ ഇല്ല. അവര് പിന്നെ എന്ത് ചെയ്യും? ആരാധനയിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും പിന്മാറി പോകുമ്പോൾ തണുപ്പിന്റെ അനുഭവം ഉണ്ടാവും. നോക്കിയേ, ആത്മാവിൽ ചൂട് പിടിച്ചുകൊണ്ടൊരവസ്ഥയുണ്ട്. കണ്ടോ, അവരാത്മാവിൽ ചൂട് പിടിച്ചവരായി. അപ്പൊ ആത്മാവിന്റെ ചൂട് കൊണ്ട്, ആത്മാവിന്റെ തണുപ്പ് കൊണ്ട്, അതാണ് ആത്മീയ മുരടിപ്പാണ്. അവൻ വിട്ടേച്ചു പോകുന്നത് എന്ത് ചെയ്യും? പുള്ളി നോക്കുമ്പോൾ സുഖമാ, ഇയാൾ പ്രാർത്ഥനയില്ല, ആരാധനയില്ല, വചനം വായനയില്ല, ലോകപ്രകാരം ജീവിക്കുക. അപ്പൊ എന്ത് ചെയ്യുന്നറിയാവോ? ഈ പിശാച് പോട്ട് എന്ത് ചെയ്യും? അടുത്ത വാക്യത്തിൽ പറഞ്ഞു, അവൻ പുറപ്പെട്ടു പോയ എന്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും. അവൻ പറയുന്നത് ഉടനെ വന്നിട്ട് പറയും, അത് അടിച്ചു വാരി അലങ്കരിച്ച്, അതായത് അവന് കയറിയിരിക്കാൻ യോഗ്യമാക്കി വെച്ചിരിക്കുക. അപ്പൊ അവൻ എന്ത് ചെയ്യുന്ന അറിയാം? പിന്നെയും പോയിട്ട് ദുഷ്ടതയേറിയ 7 ദുരാത്മാവ് അവന്റെ കൂട്ടുകാരായിരിക്കും, അതിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ആ മനുഷ്യന്റെ സ്ഥിതി പിന്നത്തേതിനേക്കാൾ വഷളാക്കും. എനിക്ക് ഒത്തിരി പേരെ അറിയാം കേട്ടോ. പ്രാർത്ഥനയിൽ വന്നിട്ട് പിന്മാറിപ്പോയിട്ട് ജീവിതം, ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ, മദ്യപാനിയായ ഒരു ചെറുപ്പക്കാരൻ മാനസാന്തരപ്പെട്ട് യേശുവിലേക്ക് വന്നു. കഴിഞ്ഞിടെ ഞാൻ കേട്ടൊരു വലിയ ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു. കഴിഞ്ഞ ദിവസം ഡോക്ടർ പറഞ്ഞു, ഇനി നീ മദ്യപിച്ചാൽ നിന്റെ കരള് പോകുന്ന രീതിയിൽ. കാര്യം അയാൾ ഭയങ്കര വിശ്വാസത്തിൽ വന്നയാളാണ്. പിന്നീട് എന്ത് ചെയ്തു? പിന്മാറിപ്പോയി. അദ്ദേഹം പിന്മാറിപ്പോയി, വീണ്ടും മദ്യപിക്കാൻ തുടങ്ങി. ആ മദ്യപാനം ഇരട്ടി, പണ്ടത്തേതിനേക്കാൾ ഇരട്ടി വന്നു. ഇപ്പൊ കേൾക്കുന്നു, ഇനി കഴിച്ചാൽ നീ മരിക്കുമെന്ന് പറയുന്ന രീതിയിലേക്ക്. കണ്ടോ, പിന്നത്തേതിനേക്കാൾ വഷളായിപ്പോയി. ഇപ്പൊ പ്രിയരെ, യേശുവിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് ഒരുവൻ എന്നിലും എന്റെ വചനം നിങ്ങളിലും. അപ്പൊ പ്രസാദ് പറ മനസ്സിലായത്? മനസ്സിലായി. സ്വത്രം ഒരു സാക്ഷ്യമുണ്ട്. ഞാൻ 2 വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയായിരുന്നു. അവിടെ ഒരു അമ്മച്ചിയുടെ കാല് കല്ല് കൊണ്ടിട്ട് കാല് നൊത്തി നടക്കാൻ മേലാതെ കിടക്കുമായിരുന്നു. ഇന്ന് അവിടെ
പറഞ്ഞു പ്രാർത്ഥിച്ചു, ബലപ്പെടുത്തി അവർ എഴുന്നേറ്റ് നടന്നു. സ്തോത്രം. ഇത് വലിയൊരു സാക്ഷ്യമാണ്. പുറപ്പെടുക, അനേകരോട് പറഞ്ഞ പോലെ തന്നെ കടക്കാൻ മേലാത്ത ആളായിരുന്ന കാലില്, പക്ഷേ കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് എന്ത് ചെയ്തു? അത്ഭുതകരമായി തന്നെ നടത്തിച്ചു. ഗോഡ് ബ്ലസ് യു ബ്രദറെ. അനേകർക്ക് ഇനിയും കർത്താവിനാൽ ഉപയോഗിക്കപ്പെടട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്തോ ബ്രദർ ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ അന്യഭാഷ പ്രാർത്ഥിച്ചിരുന്നപ്പോ പെട്ടെന്നൊരു ശവപ്പെട്ടി മുന്നിലോട്ട് വരുന്നതായിട്ട് കണ്ടു. ആ വ്യക്തിയെ വെച്ചൊന്ന് പ്രാർത്ഥിക്കണേ. അത് വെട്ടിപ്പാട്ട് സിസ്റ്റർ. അത് ആരാണോ കണ്ടത് ആ വ്യക്തി തന്നെ വെട്ടണം കേട്ടോ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് എല്ലാ മരണശക്തികളെയും ഞാൻ ആത്മാവിൽ വെട്ടിക്കളയെന്ന് പറഞ്ഞു കേട്ടോ. വെട്ടണം അതിനെ കേട്ടോ. അങ്ങനെ കാണുമ്പോൾ അപ്പൊ തന്നെ വെട്ടിക്കോണം, അനുവദിക്കരുത്. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഈ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പലതും കർത്താവ് വെളിപ്പെടുത്തും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അത് നെഗറ്റീവ് കാണുമ്പോൾ അപ്പൊ തന്നെ വെട്ടിക്കോണം. ഒരു ദർശനം കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ ദുഃഖം, വേദന, പ്രയാസം വരുന്നെങ്കിൽ അത് നെഗറ്റീവാണ്. അതിനെ അപ്പൊ തന്നെ വെട്ടിക്കോണം. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര് രോഗസൗഖ്യത്തിന്റെ? എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു സിസ്റ്റർ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ സിസ്റ്ററിന് ചെസ്റ്റ് പെയിൻ ആണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്നപ്പം അവർ ECG എടുത്തപ്പോൾ എന്തോ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും എടുത്തപ്പം കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടർ പറഞ്ഞു അത് കാരിത്താസിന് പോരെ ആൻജിയോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ബ്രദർ പറഞ്ഞ് ഇത് ഞാൻ ഏറ്റെടുക്കത്തില്ല, ഞാൻ അവരോട് വചനം പറയാൻ പറഞ്ഞു. വചനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, ഒരു ആൻജിയോഗ്രാമും ചെയ്യത്തില്ല. ചെല്ലുമ്പം കാരിത്താസ് ചെല്ലുമ്പോൾ എല്ലാം നോർമലായിരിക്കും, ഈ നെഗറ്റീവിനെ ഒന്നും സ്വീകരിക്കരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനും അത് അവർ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. ഡോക്ടർ പറഞ്ഞതാണ് ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞു. അവർ പിന്നെ അവിടെ ചെന്ന് നോക്കിയപ്പം എല്ലാം നോർമലാ, ഒരു കുഴപ്പവും ഇല്ല. കണ്ടോ യേശുവിന്റെ അത്ഭുതം കണ്ടോ സഹോദരങ്ങളെ. നിങ്ങളെ ശക്തമായിട്ട് ദൈവം ഉപയോഗിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളവരല്ല, അനേകരെ വിടിവിക്കുവാൻ ഉള്ളവരാണ് നിങ്ങൾ. അതിന്റെ തെളിവാണ് ഡോക്ടർ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞതാണ്. പ്രാർത്ഥന കൈക്കൊണ്ട വ്യക്തിക്ക് വിശ്വാസമില്ല, പക്ഷേ ആ 4 പേരെ ചുമന്നുകൊണ്ട് മുടന്തനെ പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് വന്നവരുടെ വിശ്വാസം കണ്ടിട്ട് കണ്ടോ യേശു അത്ഭുതം ചെയ്തു. കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല. ഡോക്ടർ പറഞ്ഞു ഗോഡ് ബ്ലെസ് യു, അനേകരെ സൗഖ്യമാക്കുക, ദൈവരാജ്യം പ്രസംഗിക്കുക, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞോ. നേരത്തെ ഒരു ബ്രദർ ചോദിച്ചിരുന്നില്ലേ മത്തായി 12 അശുദ്ധാത്മാവിനെ പറ്റിയിട്ടുള്ള ഒരു ടോപ്പിക്? അത് ബ്രദർ ഫെബ്രുവരി 23 ഡേറ്റിനാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് യൂട്യൂബിൽ തപ്പി നോക്കിയാൽ കിട്ടും. ഓക്കെ. എന്നാ ഫെബ്രുവരി 23 അല്ലേ? 23. പ്രസാദ് ബ്രദറെ, ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഫെബ്രുവരി 23 ഈ കഴിഞ്ഞ ഫെബ്രുവരി 23 യൂട്യൂബിലുണ്ട്. അപ്പൊ ആ ഡേറ്റ് നോക്കിയാൽ ഈ പറഞ്ഞ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അന്ന് ധ്യാനിച്ചായിരുന്നു ഈ വാക്യം ഫുള്ള്. ഇപ്പൊ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തത് 1 മണിക്കൂറോളം അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്താന്നുള്ളത്, എങ്ങനെയാന്നുള്ളത് അത് കാണുക കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. എന്നാ സിസ്റ്റർ ഫെബ്രുവരി 26 അല്ലേ? ഫെബ്രുവരി 23 സോറി, ഫെബ്രുവരി 23. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ ഒരു സാക്ഷ്യമുണ്ട് ബ്രദറെ. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഒരു 3:30 സമയത്ത് ഭയങ്കര കാറ്റായിരുന്നു. അപ്പൊ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലാണ് ഒരു ചൂളമരമുണ്ട്. ഈ ചൂളമരം അങ്ങോട്ട് വിസിലടിച്ചിട്ട് അങ്ങോട്ട് ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ തലകുത്തി മറിയണ കാറ്റ്. അങ്ങനെ നേരം കൈയെടുത്ത് ഞാൻ ഒരു ഭയങ്കര ശക്തി എനിക്കപ്പോൾ കിട്ടി. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവായ യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, കാറ്റ് അടങ്ങുക, ശാന്തമാകുക എന്ന്. അങ്ങനെ ഒരു 3-4 വട്ടം പറഞ്ഞു കഴിഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കാറ്റ് അങ്ങ് അടങ്ങി ബ്രദറെ. നമ്മുടെ അധികാരത്തെ സിസ്റ്റർ ഉപയോഗിക്കണം കേട്ടോ. ഇനി അസാധാരണമായ കാര്യങ്ങൾ കർത്താവ് ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞോട്ടെ ബ്രദർ, അത് ഞായറാഴ്ച രാവിലെ വെളുപ്പിന് എന്റെ കണ്ണിൽ ഒരു ഈർക്കലി കൊണ്ട്, ഇടത് കണ്ണിലാണ് കൊണ്ടത്. എന്നിട്ട് എനിക്ക് ആരാധനയ്ക്ക് പോകേണ്ടതുകൊണ്ട് ഞാൻ അന്ന് ആരാധനയ്ക്ക് പോയി. ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് കണ്ണിനകത്ത് വേദനയും ഭയങ്കര കരുവരിപ്പൊക്കെ ആയിരുന്നു. അപ്പൊ ഞാനിങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടത് ഒരനർത്ഥവും എനിക്ക് ഭവിക്കില്ല, ഒരു ബാധ എന്റെ കൂടെ അടുത്തിടക്കില്ല. എന്റെ യേശു കർത്താവിന്റെ അടുപ്പിലാണ് എനിക്ക് എന്റെ കണ്ണിന് സൗഖ്യം വന്നിരിക്കുന്നത്. അങ്ങനെ തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.
എന്നിട്ട് വൈകിട്ടൊക്കെ ആയപ്പോൾ ഇങ്ങനെ വെള്ളം എടുക്കുമായിരുന്നു. എന്നിട്ട് പിറ്റേ ദിവസം തിങ്കളാഴ്ച ഇന്നലെ ആയപ്പോഴത്തേക്കിന് പിന്നെ കുഴപ്പമില്ലായിരുന്നെങ്കിൽ ഞാൻ ഡോക്ടറെ ഒന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു പോസ്റ്റ് കട്ടായി പോയിട്ടെ. ഞാൻ ശബ്ദം വെച്ച ആളെ കട്ടാക്കിയതാ. കേൾക്കുന്നുണ്ടോ സിസ്റ്ററെ? എന്തോ ഇപ്പൊ ഞാൻ ഇപ്പൊ വേദന അവിടെ ഇല്ല. ഇപ്പം ആ വേദന അവിടെ ഇല്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി ഒരു ചുമപ്പ് മാത്രമേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഡോക്ടർ 2 തുള്ളി മരുന്ന് തന്നു വിട്ടു. അപ്പം ഇപ്പോൾ ഒരു കുഴപ്പമില്ല കണ്ണിന്. പിന്നെ ബ്രദറെ ഞാൻ ഇന്ന് എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് കിടന്നുറങ്ങാം. ഇന്ന് ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് എൻ്റെ ചങ്കിനകത്തൊരു പെട്ടെന്നൊരു ഭയം പോലെ ഇങ്ങനെ വന്നപ്പോൾ ഞാനിങ്ങനെ ചോദിക്കണം, കർത്താവേ എന്നോട് എന്തിനാണ് ഇങ്ങനെ ചെയ്തത് ഞാനിങ്ങനെ ചോദിച്ച് ചാടി എഴുന്നേറ്റ്. പക്ഷെ എൻ്റെ മോനെ ഞാൻ ആ സമയത്ത് കാണുന്നത്. അതിന് മുമ്പ് ഒരു പ്രാവശ്യം മോൻ ഇങ്ങനെ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അന്ന് ഞാൻ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു അന്ന് തന്നെ. എന്നിട്ട് ഇന്ന് എനിക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ മോൻ 8 മണിയാകുമ്പോൾ വരുമ്പോൾ ബൈക്കിനാണ് വരുന്നത്. ബൈക്കിൽ വന്ന് മുറ്റത്ത് നിൽക്കുന്നത് വരെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമായിരുന്നു ബ്രദർ എൻ്റെ മോന് വേണ്ടി. ഞാൻ എന്താ അങ്ങനെ കണ്ടെന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര ഒരു ഭയമായിരുന്നു എനിക്ക് അന്നേരം മുതൽ. ചങ്കിനകത്ത് ഇങ്ങനെ തീ പോലൊരു ഇതായിരുന്നു. മോനെ ഓർത്തായിരുന്നു എനിക്ക്. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ഇരിക്കുമായിരുന്നു വീട്ടിൽ വന്നേ. തീർച്ചയായിട്ടും കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ഇടയായിത്തീരും. നമ്മുടെ ജീവിതത്തിൽ വലിയ പദ്ധതിയുണ്ട് ദൈവത്തിന്. ഇനിയും അനേകരെ വിടുവിക്കുവാൻ കർത്താവ് ഉപയോഗിക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഒരാളുടെ പറഞ്ഞാട്ടെ. സാക്ഷ്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ബ്രദറെ എന്തോ ബ്രദറെ ഈ സോഷ്യൽ മീഡിയ കേൾക്കാവോ ബ്രദറെ? ഹലോ, പറഞ്ഞോ. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മുടെ ഫേസ്ബുക്കിലും അങ്ങനെയൊക്കെയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ചില റീൽസ് ഒക്കെ കയറി വരുന്നുണ്ടല്ലോ, ഈ പിന്നെ പ്രേയറിനെ പറ്റി. എന്നിട്ട് നിങ്ങൾ അതിൽ ആമേൻ എന്ന് ടൈപ്പ് ചെയ്യുക, കർത്താവ് അത്ഭുതം ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അത് കുറെ പേർക്ക് ഷെയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചെറിയ ചെറിയ റീൽസും കാര്യങ്ങളൊക്കെ വരും. അത് നമുക്ക് വിശ്വാസികൾക്ക് അതെങ്ങനെയാ ബ്രദർ? അത് പൈശാചികമാണോ? അതെന്താ? അത് ശരിക്കും അത് അതിനെപ്പറ്റി എന്താ ബ്രദറിന് എന്താ അറിയാം? മനസ്സിലായില്ല ബ്രദർ എനിക്ക്. എന്ത് റീലാ അത്? നമ്മള് ഇപ്പൊ ഈ ഫേസ്ബുക്കിനകത്തൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അതായത് യേശുവിനെ പറ്റി തന്നെയാണ്, പ്രാർത്ഥനയുടെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് നിങ്ങൾ കുറെ പേർക്ക് ഷെയർ ചെയ്യുക, കുറെ നിങ്ങൾ ആമേന്ന് കമന്റ് ചെയ്യുക. അത് എനിക്ക് തോന്നുന്നു ആ റീൽസ് ഇടുന്നവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. പക്ഷെ അത് പൈശാചികമാണോ എന്ന് എനിക്കൊരു സംശയം. അതാ ഞാൻ ബ്രദറിനോട് ചോദിച്ചത്. ഞാൻ എപ്പോഴും പറഞ്ഞില്ല ബ്രദറെ, നമ്മൾ വചനം കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. ആ വചനം ക്രിസ്തുവിൽ നമ്മളെ വളർത്തുന്ന വചനം. ഇപ്പൊ ഞാനൊരു വചനം ഉദാഹരണം പറയുകയാണ്. ഇപ്പൊ ഒരു ആലോചന അല്ലെങ്കിൽ ഒരു വചനം ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ആമേൻ പറഞ്ഞ് അതിനെ സ്വീകരിക്കാറുണ്ട്. ഇപ്പം എല്ലാം നമ്മൾ ആമേൻ പറയരുത്. എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചോണം. നിങ്ങൾ ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം അങ്ങനെ. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയുകയാണ്. പഴയ നിയമത്തിലൊരു വാക്യം എനിക്കിപ്പം ഏതെങ്കിലും ഒരു വാക്യം ഞാൻ പറയുകയാണ്. അതായത് അവർ കഷ്ടത്തിന്റെ അകത്തൂടെ കടന്നു പോകുന്നു. ആ കഷ്ടത ഇപ്പൊ ഇയ്യോബിന്റെ ശോധന പോലൊരു ശോധന നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്നു. പക്ഷെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറയുമ്പോൾ നിങ്ങളോട് നമുക്ക് കേൾക്കുമ്പോൾ നമ്മളൊക്കെ ശരിയാണല്ലോ, എന്റെ അവസ്ഥ ഇതുപോലെ ശോധനയാണല്ലോ, എന്നാ പിന്നെ ആമേൻ പറഞ്ഞേക്കാം. അങ്ങനെ ആമേൻ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ശോധന ഇല്ലായിരിക്കാം, പക്ഷെ നിങ്ങൾ ആമേൻ പറയുമ്പോൾ നിങ്ങളുടെ മേലേക്ക് അത് വരികയാണ്. ശ്രദ്ധിക്കണം. ഒരാമേൻ നമ്മൾ പറയുമ്പോൾ അങ്ങനെ തന്നെ നാം അംഗീകരിക്കുകയാണ്. ആമേൻ ആമേൻ എന്ന് പറയുമ്പോൾ അംഗീകരിക്കുകയാണ്. അതുകൊണ്ട് ഒരു റീല് കേൾക്കുന്നത് കുഴപ്പമില്ല, പക്ഷെ ആ റീല് കേൾക്കുന്ന വചനം എനിക്ക് പ്രയോജനമാണോ, എനിക്കത് ആത്മീക വർധന വരുത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. നല്ലതാണെങ്കിൽ ഷെയർ ചെയ്യുക. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഒരു വചനം കേട്ട് ഇപ്പൊ ഞാനൊരു സാക്ഷി വിട്ടുണ്ടായിരുന്നു. 15 വർഷമായിട്ട് ഇതിനെ സൗകര്യം പറഞ്ഞു ചെവി അടഞ്ഞു പോയത് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എല്ലായിടത്തും ഷെയർ ചെയ്യുക. കാര്യം ചിലപ്പോൾ ഇത് കേൾക്കുന്ന ഒരാളുടെ ചെവി തുറക്കാൻ ആ ഒറ്റ സാക്ഷ്യം മതി. ചിലപ്പോൾ ഒരു അവിശ്വാസിക്ക് വിശ്വാസം വരാൻ ഈ ഒരു സാക്ഷ്യം മതി. അങ്ങനെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അല്ലാതെ ഞാൻ പറഞ്ഞതുപോലെ ചുമ്മാ ഒരു മോട്ടിവേഷൻ അല്ല നമുക്ക് വേണ്ടത്, ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അപ്പൊ അത് നമ്മൾ വിവേചിച്ച് വേണം ഏത് റീലും കാണാം. ഏത് റീലും ഏത് വചനവും ബൈബിൾ തന്നെ പറയുന്നു, വചനം കേട്ട് നിങ്ങളെ തന്നെ ചതിക്കുന്നവരാകരുതെന്ന് കേട്ടോ. ദുർവ്യാഖ്യാനം കേൾക്കാൻ പോരുത് കേട്ടോ ബ്രദറെ. അത് ഏതുവാണെങ്കിലും എല്ലാവരും ഞാൻ പറയുകയാണ്, നമ്മൾ വചനം കേൾക്കുമ്പോൾ ഇത് ശരിയാണോ, ഞങ്ങൾ ഈ കേൾക്കുന്നതുമായിട്ട് വല്ല ബന്ധമുണ്ടോ, ഇത് എന്നെ വീണ്ടും എന്താ പറഞ്ഞത് പിശാചിന്റെ. നമ്മൾ എപ്പോഴും ഓർത്തണം വചനം ദുർവ്യാഖ്യാനമുണ്ട്. എല്ലാം പരിശുദ്ധാത്മാവിൽ നിന്നല്ല, എല്ലാം പരിശുദ്ധാത്മാവിൽ നല്ലത് എപ്പോഴും നിങ്ങൾ ഓർത്തണം. ബൈബിള് പ്രസംഗിക്കുന്നവരെല്ലാം പരിശുദ്ധാത്മാവാന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് തന്നെ പോഷത്വമാണ്. യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ട് വെളിച്ചദൂതനെ പോലെ, വെളിച്ചദൂതൻ യേശുവാണ്, യേശുവിനെ പോലെ വന്ന് യേശു ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വരും. അപ്പോസ്തലന്മാർ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞ വചനത്തിന് വിരോധം ഞങ്ങളാകട്ടെ കണ്ടോ, സ്വർഗത്തിന് ദൂതനാകട്ടെ വന്നാൽ അവൻ ശപിക്കപ്പെടണം കണ്ടോ. അപ്പൊ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ കർത്താവിന്റെ തിരുസന്നിധിയിൽ ഒരു റീല്